വീഡിയോ ഉണ്ട്. വീഡിയോ ഓൺ ആക്കി 6 മണിക്ക് മുമ്പ് വീഡിയോ ഓൺ ആക്കിയിരിക്കണം. റൈറ്റ്? 6 മണിക്ക് മുമ്പ് വീഡിയോ ഓൺ ആക്കിയിരിക്കണം. റൈറ്റ്? എന്നാലും നമുക്ക് വീഡിയോ കണ്ടേ. നിങ്ങൾ 6 മണിയാകുമ്പോഴത്തേക്കും വീഡിയോ ഓൺ ആക്കി ഇരിക്കണ്ടേ? ഇവിടെ ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കണ്ടേ? നിങ്ങൾ ആദ്യം ഇരിക്കണം. ഓക്കെ, ശരി. നോക്കാം. ബുക്ക് അടച്ചു വെച്ചേ നമുക്ക് സൈലന്റ് പ്രയർ എടുക്കാം. ബുക്ക് അടച്ചു വെച്ച് സൈലന്റ് പ്രയർ എടുക്കാം. റൈറ്റ്? ഓക്കെ, ശരി. റെഡിയാണ്. ബുക്ക് അടച്ചു വെച്ചിട്ടുണ്ട്. പൊസിഷനൊക്കെ റെഡിയാണ്. ബുക്ക് നമ്മൾ പൊസിഷനും ടേബിളൊക്കെ റെഡിയാണ്. അപ്പൊ നമ്മൾ പഠിച്ചത് സ്ട്രെസ്സും സ്ട്രെയിനും. അല്ല, അദീന സിദ്ദിഖ്, ഈ സ്ട്രെയിന്റെ എസ് യൂണിറ്റ് എന്താ വെച്ചേ? അതിര ഒരു മിനിറ്റ് കൂടെ. ഒറ്റ മിനിറ്റ്. ആ, പറഞ്ഞ അതിര. ഇല്ല. ശരി. അപ്പൊ സ്ട്രെസ്സിന്റെ എന്താ നമ്മുടെ പിന്നെ ലുക്മാൻ ഹംസ? 150 മീറ്റർ സ്ക്വയർ. ശരി. ക്രിസ്റ്റഫറെ, ഈ സ്ട്രെസ്സിന്റെ ഫോർമുല എന്താ? ഫോർമുല. അപ്പൊ സ്ട്രെയിൻ അപ്പൊ സ്ട്രെസ്സിന്റെ പ്രശ്നമാണോടാ? വായിച്ചത് കൃത്യമായിട്ടില്ലല്ലോ. ഒന്ന് പറഞ്ഞേ. മറ്റേ അർഷദ് മുഹമ്മദേ ഒന്ന് പറഞ്ഞ പോലെ നമ്മുടെ എന്താണ് സ്ട്രെസ്സിന്റെ ഫോർമുല? സ്ട്രെസ്സിന്റെ ഫോഴ്സ് ബൈ ഏരിയ. കേട്ടോ ക്രിസ്റ്റഫറെ? ഫോഴ്സ് ബൈ ഏരിയ ആണ് നമ്മുടെ സ്ട്രെസ്സിന്റെ ഫോർമുല. സ്ട്രെയിനിന്റെ ഫോർമുല എങ്ങനെയാണ്? ശരി. എലിസബത്ത്, എത്ര ടൈപ്പ് സ്ട്രെയിൻ ഉണ്ട്? എലിസബത്ത് കട്ടായി. ശരി. മൂസിൻ മുഹമ്മദ്, എത്ര ടൈപ്പ് സ്ട്രെയിൻ ഉണ്ട്? മൂസിൻ മുഹമ്മദ് എവിടെ? പെട്ടെന്ന് ആവള പറ, എത്ര ടൈപ്പ് സ്ട്രെയിൻ ഉണ്ട്? കേറിട്ടില്ല. അതാണ് ഞാൻ ചോദിച്ചത് നിന്നോട്. ശരിക്കും പറഞ്ഞാൽ എന്നെ കണ്ടിട്ടില്ല. ആ ക്ലാസ് കേൾക്കാൻ അത് കേൾക്കാതെ ഇന്ന് കയറി ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഈ ക്ലാസ്സിൽ കയറിയില്ല എന്നുള്ള എക്സ്ക്യൂസ് നമ്മൾ ഒഴിവാക്കണം. ഓക്കെ. എലിസബത്ത് പറഞ്ഞേ, എത്ര ടൈപ്പ് സ്ട്രെയിൻ ഉണ്ട്? എലിസബത്ത് കട്ടായിരുന്നല്ലോ. പറഞ്ഞേ, ഏതൊക്കെയാ പറഞ്ഞേ? ശരി. അല്ല തസ്കിര, ഈ ഷിയറിംഗ് സ്ട്രെയിനുമായി ബന്ധപ്പെട്ട ഫോമുല എന്താ? ഷിയറിംഗ് സ്ട്രെയിനിന്റെ ഫോമുല എന്ത് വരും? ഡെൽറ്റ എക്സ് ബൈ എൽ. ആബ്സല്യൂട്ട്ലി. അസ്ലം റഷീദെ, ഡെൽറ്റ എക്സ് എന്താ ഉദ്ദേശിക്കുന്നത്? ചേഞ്ച് ഇൻ ലെങ്ത് ആണോ ഡെൽറ്റ എക്സ്? ഡെൽറ്റ എക്സ് എത്ര മാറി? അബ്സല്യൂട്ട്ലി. ശരി.
മോൾ ഭാഗം നീങ്ങി അല്ലെ? എവിടെയാണ് ഫോഴ്സ് കൊടുത്തത് അവിടെ എത്ര നീങ്ങി? ശരി. മുഹമ്മദ് സാലിയെ, വോളിയോമെട്രിക് സ്ട്രെയിന്റെ ഫോമിൽ എന്ത് വരും? മതി. അത്ര കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ബാക്കി നോക്കാം, എടുത്തു. ബാക്കി നോക്കാം. നിങ്ങൾക്ക് ഒരു ഐഡിയ ആയിട്ടുണ്ട് എന്താണുള്ളത്. ഇനി നമുക്ക് അതിന്റെ ബാക്കി അത് ഇന്നലെ ഞാൻ പറഞ്ഞത് ഹൂക്സ് വരെയാ പറഞ്ഞു നിർത്തിയേ. അതിനെ ഹൂക്സിലോ ബാക്കി നോക്കാം. ബോർഡ് കാണാം, എല്ലാവർക്കും ബോർഡ് കാണാം, റൈറ്റ്? ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ബോർഡ് കാണാനല്ലോ എല്ലാവരും, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞോളൂ. അതിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ മൈനസ് പ്രശ്നമില്ല. ക്ലാസ് കഴിഞ്ഞപ്പോൾ 1-2 പേര് എന്നോട് ചോദിച്ചാൽ സാറേ മൈനസ് എന്ന് പറയണമെന്ന്. മൈനസ് കെ എന്ന് പറയേണ്ട ആവശ്യമില്ല. മൈനസ് കാണിക്കുന്ന രണ്ടും ഓപ്പോസിറ്റ് ആണ്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ഇത്താലും പ്രശ്നമില്ല, ലോയിൽ പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ കെ എന്ന് പറഞ്ഞ ആളുടെ പേരാണ് നമ്മൾ പറഞ്ഞത്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അത് വെച്ചിട്ടാണ് ഈ കളി നമുക്ക് മൊത്തമുള്ളത്. ഓക്കെ, ഞാൻ ആ സ്പ്രിങ്ങിന്റെ കേസിൽ ചോദിക്കട്ടെ, പിള്ളേരോട് ഡൗട്ട് ചോദിക്കട്ടെ. സ്പ്രിങ്ങിൽ കെയുടെ പേര് പറഞ്ഞത് നിങ്ങൾ 1-2 പേര് എന്നോട് പറഞ്ഞായിരുന്നു. സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്നാ പറഞ്ഞത്. സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്നാ പറഞ്ഞത്. അതിൽ കെ വലുതാണെങ്കിൽ ഹാർഡ് സ്പ്രിംഗ് ആണ്, സോഫ്റ്റ് സ്പ്രിംഗ് ആണൊക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ മുഹമ്മദ് അഫ്സറെ, ഞാൻ ചോദിക്കട്ടെ, നീ ഓർക്കണ്ടോ സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ എന്ന് പറഞ്ഞത്? ഈ കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയാണ്? നീ ഓർക്കണ്ടോ? ഈ കെ ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? കെ എന്ത് വെച്ചിട്ടാണ് നമ്മൾ കെയുടെ വാല്യൂ, അല്ലെങ്കിൽ കെയുടെ വാല്യൂ ആരെ ബേസ് ചെയ്തിട്ടാ കെയുടെ വാല്യൂ മാറണം? എന്തിനെ ബേസ് ചെയ്തിട്ടാ മാറണം? എന്തിനാ കെ ഡിപ്പെൻഡ് ചെയ്യണം? ഓർക്കണം മുഹമ്മദ് അഫ്സർ. ബാക്കിലേക്ക് നോക്കി പറയാം. ഞാനത് ബൈഹാർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓർമ്മയിൽ എടുക്കുന്ന നിർബന്ധമൊന്നുമില്ല. നീ ഒന്ന് കണക്ട് ചെയ്യാമെന്നാ ഞാൻ ചോദിക്കും. ഉണ്ടോ എന്റെ ബുക്കിൽ? ഒന്ന് എടുത്തു നോക്കി. ആ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആ ഏരിയ ഒന്ന് എടുത്തു നോക്കി. മിനിമം അങ്ങനെയെങ്കിലും നമുക്ക് വേണമല്ലോ. സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആ ഏരിയ എടുത്തിട്ടൊന്ന് പറഞ്ഞു. പിറ്റേന്ന് ഹാൻഡ് റൈസിംഗ് കേട്ടോ, പിള്ളേര് റെസ്പോണ്ട് ചെയ്തോട്ടോ. ഹാൻഡ് റൈസിംഗ് വേണോ? കൃഷ്ണാനന്ദക്ക് എന്ത് ഇരിക്കണേ? പിന്നെ എല്ലാവരോടും കൂടിയാ ചോദിക്കണം, ഒരാളുടെ പേര് വിളിക്കുന്നുള്ളൂ. പറഞ്ഞ അവസരം കിട്ടിയാ? സ്പ്രിംഗ് കോൺസെപ്റ്റ് കെ ഒരാൾ പറയാന്ന് പറയുന്നത് കിട്ടിയിട്ടില്ല. ആൻമരിയ പറഞ്ഞ എവിടെ എന്താ കിടക്കണേ? കെ ആരെ ഡിപ്പെൻഡ് ചെയ്യണം? കെനെ കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞ ആൻമരിയ? അതവിടെ നേച്ചർ ഓഫ് സ്പ്രിംഗ്. ശരിക്കും സ്പ്രിംഗ് കോൺസെപ്റ്റ് നേച്ചർ ഓഫ് ദ സ്പ്രിംഗ് ആണ്. അതായത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ നേച്ചർ ഓഫ് ദ സ്പ്രിംഗ്. സ്പ്രിംഗ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സ്പ്രിംഗ് ഹാർഡ് ആണോ, സ്പ്രിംഗ് സോഫ്റ്റ് ആണോ, സ്പ്രിംഗ് എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്, എന്ത് വെച്ച് വെച്ചാൽ ഉണ്ടാക്കിയിരിക്കുന്നത്, അതാണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് എപ്പോഴും അയാളുമായിട്ടായിരിക്കും ബന്ധം. സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ സ്പ്രിംഗ് ആണ്. അതേപോലെ തന്നെ ഈ കെ എന്ന് പറഞ്ഞ ആളും അത് തന്നെയാണ്. ശ്രദ്ധിച്ചോളൂ, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ കണക്ട് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്, കാണാതെ പഠിക്കാതിരിക്കാൻ വേണ്ടിയാ. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കെ എന്ന് പറഞ്ഞ ആള് ഡിപ്പെൻഡ് ചെയ്ത് ആരെയും? ഡിപ്പെൻഡ്സ് ഓൺ ആരെയും? നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. ഏത് മെറ്റീരിയലിനെ കുറിച്ചാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായിരിക്കും, അയാളുടെ സ്വഭാവമായിട്ടായിരിക്കും കെയ്ക്ക് ബന്ധം. പല ആൾക്കാരെ ഞാൻ പറഞ്ഞു, നമുക്ക് സ്ട്രെസ് കൊടുക്കാം, സ്റ്റീലിൽ കൊടുക്കാം, അലൂമിനിയത്തിൽ കൊടുക്കാം, റബ്ബർ ബാൻഡിൽ കൊടുക്കാം, ഇലാസ്റ്റിക്കിൽ കൊടുക്കാം, എന്തിലും കൊടുക്കാം. ആരാണോ കൊടുത്ത മെറ്റീരിയൽ, ആ മെറ്റീരിയലിന്റെ സ്വഭാവം പോലെ ഇരിക്കും കെ. റബ്ബർ ബാൻഡിന്റെ കെ വേറെ ആയിരിക്കും. മനസ്സിലാവല്ലോ? കേട്ടോളൂ, റബ്ബർ ബാൻഡിന്റെ കെ വേറെ ആയിരിക്കും, സ്റ്റീലിന്റെ കെ വേറെ. ഓരോരുത്തർക്കും ഓരോ വാല്യൂ ആയിരിക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ഐഡിയ ആണ്. അപ്പൊ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. അത് അതിന്റെ നേച്ചർ മാത്രം ശ്രദ്ധിച്ചോളൂ. നീളത്തെയോ വണ്ണത്തെയോ ഇൻഡിപെൻഡന്റ്, അത് ഇൻഡിപെൻഡന്റ് ആണ്.
ഇൻഡിപെൻഡന്റ് ഓഫ് ലെങ്ത്, നീളത്തെയോ മാസ്, ഇതിലൊന്നും ഡിപ്പെൻഡ് ചെയ്യില്ല. നീളം കൂടിയ ആൾക്ക് കെ അങ്ങനെയൊന്നുമില്ല. കെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്താണ് ആള്, ഏത് ടൈപ്പ് ആളാണ്. റബ്ബർ ബാൻഡ് ആണോ, അലൂമിനിയം ആണോ, സ്റ്റീൽ ആണോ, അയൺ ആണോ, ഇയാൾ വാട്ടർ ആണോ, അയാൾ മാത്രമേ. ഡൗട്ട് മനസ്സിൽ വരട്ടോ, ഞാൻ ഇട്ടിട്ടാ പറഞ്ഞ ഡൗട്ട് വരാൻ വേണ്ടിയാ. ചില ഡൗട്ട് വരും ഇതിനകത്ത്. നിങ്ങൾ പറഞ്ഞില്ലേ പിന്നെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ചോദിച്ചാൽ അപ്പൊ അതിന്റെ കൂടെ പറയും. ശരി, കൈ പൊക്കിട്ട് കണ്ടില്ലേ ചോദിച്ചോളൂ. അപ്പോ ഒരു ക്ലാസ്സാണ് ഞാൻ കൈ പൊക്കണം എല്ലാവരും കണ്ടു. രണ്ടാമത്തെ ക്ലാസ്സാണ് അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ കൈ പൊക്കിട്ട് കണ്ടില്ലേ ചോദിച്ചോളൂ. അതാണ് ഇതിന്റെ എസ് ഐ യൂണിറ്റ് എന്തായിരിക്കും. കെ എന്ന് പറഞ്ഞ ആളുടെ എസ് ഐ യൂണിറ്റ് എന്തായിരിക്കും? ആരാ പറഞ്ഞു? കെ എന്ന് പറഞ്ഞ എസ് ഐ യൂണിറ്റ് എന്തായിരിക്കും? പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ ശ്രദ്ധിച്ചു നോക്ക്. കെ എന്ന് പറഞ്ഞ ആൾക്ക് എസ് ഐ യൂണിറ്റ് ഉണ്ടാവോ? കെ എന്ന ആൾക്ക് എസ് ഐ യൂണിറ്റ് ഉണ്ടാവോ? ഉണ്ടാവുമെങ്കിൽ എന്താണ്? വേറെ റെസ്പോണ്ട് ചെയ്ത് എന്തെങ്കിലും റെസ്പോൺസ് കാണണ്ടേ? ബീമ പറയുന്നില്ല, ഉണ്ടാകുന്നില്ലേ ബീമ? ആ ശരി, എനക്കൊന്നും കേട്ടിട്ടില്ല, ഒന്നും പറഞ്ഞേ, കൈയൊന്നും പൊക്കി കാണുന്നില്ല. കെ എന്ന് പറഞ്ഞ ആളെ എന്ത്, ഇതിൽ നിന്ന് കെയുടെ ഫോമിൽ എങ്ങനെ ഒരു ബീമ പറയാൻ പറഞ്ഞേ? കെയുടെ ഫോമിൽ എന്ത് വരും? നമ്മൾ മോഡൽ എഴുതിയിരിക്കുന്ന ഫോമിൽ കെയുടെ ഫോമിൽ എന്ത് വരും? സ്ട്രെസ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു സ്ട്രെയിൻ. അപ്പൊ കെ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു പറഞ്ഞ ബീമ? എങ്ങനെ? ആ, സ്ട്രെസ് ബൈ സ്ട്രെയിൻ വരും. നെഗറ്റീവ് കൊണ്ട് പുള്ളി പേടിക്കേണ്ട. ഐ ആം അഗൈൻ റീട്രേറ്റിംഗ്. എന്താണ് അത്? മൈനസ് ഓപ്പോസിറ്റ് ആണ് കാണിക്കാൻ വേണ്ടി. വാല്യൂ അതിനകത്ത് റോൾ ഉണ്ടാവില്ല. അപ്പൊ കേസ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണല്ലോ. അപ്പൊ ഒരു സ്ഥലത്തെ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെയാണല്ലോ ഏത് ഇക്വേഷൻ? വി സിക്കൽ ബൈ ആർ, ഐ സിക്കൽ വി ബൈ ആർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എസ് യൂണിറ്റ് എന്താ? ഇനി പറയാലോ എന്താ എസ് യൂണിറ്റ്? അൽസാഫെ എവിടെയാ? എന്താ പണി വേറെ പറഞ്ഞേ? ആ അപ്പൊ പാസ്കൽ. അപ്പൊ കെയുടെ എസ് യൂണിറ്റ് ആര് തന്നെ? പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സ്ട്രെയിൻ ഇല്ലെങ്കിൽ പിന്നെ താഴൊന്നുമില്ല, പിന്നെ പാസ്കൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ കെയുടെ എസ് യൂണിറ്റ് എന്ത് കിടക്കും? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനോ അല്ലെങ്കിൽ പാസ്കലിനോ കിടക്കും. അങ്ങനെ ഇത് പഠിച്ചു വരുന്നത്. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു വരാമോ? ക്ലിയർ ആണ്, റൈറ്റ്? അപ്പൊ ഇനി കെയെ കുറിച്ച് വിശദമായും പിന്നെ പഠിക്കും. പല ടൈപ്പ് കെ ഉണ്ട്. അത് ഞാൻ അടുത്ത ടോപ്പിക്കിനെ പഠിപ്പിക്കും. അടുത്ത ടോപ്പിക്ക്, ലാസ്റ്റ് ടോപ്പിക്ക്, മെയിൻ ടോപ്പിക് അതാ. പല ടൈപ്പ് കെ അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം. തൽക്കാലം ഇത്ര കാര്യങ്ങളാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കർവാണ്, ഗ്രാഫാണ്. ഇതിനകത്ത് ഉറപ്പാണ് ചോദ്യം. അതിനാൽ ഞാൻ ഈ സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ നിങ്ങളെ പഠിപ്പിച്ചത്. സ്ട്രെസ്സും സ്ട്രെയിനും എന്താണെന്ന് അറിയാതെ ഇത് മനസ്സിലാവും. ഇതിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ് പരീക്ഷയ്ക്ക്. ഏത് പരീക്ഷയ്ക്കും ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഈ കിടക്കുന്ന ടോപ്പിക്, സ്ട്രെസ് സ്ട്രെയിൻ കർവ്. സ്ട്രെസ്സും സ്ട്രെയിനുമായിട്ടുള്ള കർവ്. ഓക്കെ, കർവ് വെച്ചാൽ ഗ്രാഫ്. ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കാൻ പോവാണ്. ആ ഗ്രാഫുമായി ബന്ധപ്പെട്ടാണ് പഠനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് ആ ഗ്രാഫ് ഇതാണ്. സ്ട്രെസ്സും സ്ട്രെയിനും കാണിച്ചാൽ പോയിരിക്കും ഗ്രാഫിൽ. വലുതായിട്ട് തന്നെ കാണിക്കുക. ഞാൻ വലിയ ഗ്രാഫാണ്, വലിയ ഗ്രാഫ് ഇങ്ങനെ വലിയ ഗ്രാഫ് പറഞ്ഞ് കാണിക്കാം. ഓക്കെ, നല്ല സ്പേഷ്യസ് ആയിട്ട് വരച്ചിട്ടോ. ഞാനും അത് കഴിഞ്ഞിട്ടാൽ മതി, ചിലപ്പോൾ കൂട്ടുണ്ടായിട്ട് വരും. നല്ല സ്കെയിലൊക്കെ വരച്ച്, നല്ല സ്കെയിൽ വേറെ നിർബന്ധം നമ്മൾ പറഞ്ഞില്ല. ഏതായാലും നീറ്റായിട്ട് വലിയ ഒരു ഹാഫ് പേജ്, വലിയ ബുക്കിന്റെ ഒരു ഹാഫ് പേജിൽ വരച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളൊരു മെറ്റീരിയലിന് ഇവിടെ സ്ട്രെസ് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ സ്ട്രെസ് കൊടുക്കുക. ഇതാണ് സ്ട്രെയിൻ. ഗ്രാഫ് ശരിക്കും മനസ്സിലാക്കിക്കോണം, ശരിക്കും ആലോചിച്ചോളൂ. ഗ്രാഫ് സ്ട്രെസ് വൈ ആക്സിസിലാണ്. ഇവിടെയാണ് സ്ട്രെസ് കൊടുക്കുന്നത്. ഇത് അതിന്റെ സ്ട്രെയിൻ. അതായത് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നു, അതിന് നീട്ടുവോ വോളിയം മാറ്റുവോ ഷേപ്പ് മാറ്റുവോ എന്തായാലും കുഴപ്പമില്ല. ഏറ്റവും എളുപ്പം ഓർക്കാൻ എന്താണ്? ഒരു സാധനത്തെ പിടിച്ച് നമ്മൾ വലിക്കുകയാണ്. അതാണ് സംഭവം. സ്ട്രെസ് നമ്മൾ കൊടുക്കുന്നു, അതിന്റെ സ്ട്രെയിൻ നമ്മൾ പഠിക്കും. ശരി, നമ്മൾ ഇന്നലത്തെ റബ്ബർ ബാൻഡ് എടുക്കുക കുട്ടികൾ. അത് വെച്ചിട്ട് നമുക്ക് ഇന്നലത്തെ നമ്മൾ ഉപയോഗിച്ച, അല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് എടുത്ത് കൈ പിടിച്ച് എന്നിട്ട് ഗ്രാഫ് വരും. റബ്ബർ ബാൻഡ് എടുത്ത് കൈ പിടിച്ച് എന്നിട്ട് നമുക്ക് ഗ്രാഫ് വരും. ഓക്കെ,
റബ്ബർ ബാൻഡിൽ നിന്നും നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. എല്ലാവരും റബ്ബർ ബാൻഡ് കേൾപ്പിച്ച് ഇങ്ങനെ ക്യാമറയിൽ കാണട്ടെ, ക്യാമറയിൽ കാണട്ടെ റബ്ബർ ബാൻഡ്. അസ്നാസുജീർ എന്താ വീഡിയോ എടുത്ത് കട്ടാവുണ്ടല്ലോ. മുഹമ്മദ് അൽഫാസിറ്റൊക്കെ കാണട്ടെ. ക്യാമറയിൽ കാണട്ടെ. ശരി. ഷാമിനെ ഇല്ലെങ്കിൽ പെട്ടെന്ന് എടുക്കുമോനെ, പെട്ടെന്ന് എടുക്കടാ. ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തോമസ് ജോർജ് എവിടെ കാണാ? ക്യാമറ കണ്ടത് എവിടെ? തോമസേ എവിടെ? സമയങ്ങളല്ലേ മോനെ. റബ്ബർ ബാൻഡ് എവിടെ തന്നെ എടുത്തേ? റബ്ബർ ബാൻഡ് ഇല്ലേ? ഒന്നുമില്ല ഇലാസ്റ്റിക് ആയിട്ടല്ലേ. എങ്ങനെ എടാ എന്തെങ്കിലും ഉണ്ടാവൂല ഇലാസ്റ്റിക് ആയിട്ടില്ല, എന്തെങ്കിലും മുടിയിലിടുന്ന ക്ലിപ്പോ അല്ലെങ്കിൽ വലിയ സാധനം ഒന്നുമില്ലേ? ഒന്നുമില്ല ഇലാസ്റ്റിക് ആയിട്ടുള്ളത്. എന്താ എന്ത് നെഗറ്റീവാണ് സംസാരം രാവിലെ തന്നെ. ഒന്നുമില്ല, എന്റെ കയ്യിൽ ഒരു ഇതായിട്ടില്ല. സാറിന് ഭ്രാന്ത, അതല്ലേ എന്റെ ചിന്താഗതി. റൈറ്റ്. ശരി, നോക്കിയോ ഓക്കെ. ആദ്യം നമ്മൾ അതിനകത്തേക്ക് സ്ട്രെസ് കൊടുക്കുകയാണ്, എന്നിട്ട് സ്ട്രെയിൻ എങ്ങനെയുണ്ടെന്ന് നോക്കുകയാണ്. സച്ചിനെ സച്ചിൻ ഒരു സ്ട്രെസ് കൊടുക്കുകയാണ്, എന്നിട്ട് അതിനകത്ത് സ്ട്രെയിൻ എങ്ങനെയുണ്ട്, അതിന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും നമുക്ക് വരയ്ക്കണം. നോക്കിയിട്ട് ഇപ്പൊ ഇതിനകത്ത് സ്ട്രെയിൻ ഒന്നുമില്ല, ഒരു നീളവും സംഭവിച്ചിട്ടില്ല. നമ്മൾ സ്ട്രെസ് ഒന്ന് കൊടുത്തപ്പോഴേക്ക് സ്ട്രെസ് ഉണ്ടാക്കി, ഇതിനകത്ത് സ്ട്രെസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ ബീമാനാവസ്, ഇതിനകത്ത് സ്ട്രെസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്ത് വലിക്കണം. അതെ, ഭീമനാവാസ് പറഞ്ഞാല് ഇതിനകത്ത് സ്ട്രെസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇത് വലിക്കണം, ഇതിനകത്ത് നമ്മൾ പ്രഷർ കൊടുക്കണം. ആ വാക്കാണ് ഇച്ചിരി നല്ലത്. പുറത്ത് നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ അതിനകത്ത് ഉള്ളിൽ സ്ട്രെസ് ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ പ്രഷർ കൊടുത്ത് അപ്പൊ സ്ട്രെസ് ഉണ്ടാവും. സ്ട്രെസ് ഉണ്ടാവുമ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാം അമിഷ? സ്ട്രെസ് അവിടെ ഉണ്ടായപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്? അഫ്സറെ ഇതൊന്നും ചെയ്ത് ഞാൻ കാണുന്നില്ലല്ലോ. കാണട്ടെ, ക്യാമറയിൽ കാണട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലൈവ് ആയിരിക്കുന്നതാണ് അതിന്റെ അർത്ഥം. കാണട്ടെ എന്ന് പറഞ്ഞാൽ ക്യാമറയിൽ കാണണം. അങ്ങനെയാണല്ലോ ഇത് ചെയ്യുന്നത്. കാണണം, നിങ്ങൾ ലൈവ് ആവാൻ വേണ്ടിയാണോ ഇത് പറയണേ? അത് എന്റെ കയ്യില്ലാന്ന് പറഞ്ഞിരിക്കാനല്ലോ. റൈറ്റ്, നോക്കിയോ സ്ട്രെസ് കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചത് നോക്കി. സ്ട്രെയിൻ. അതൊന്ന് പറഞ്ഞേ ഭീമ പറഞ്ഞ സ്ട്രെസ് കൊടുത്തപ്പോ ഭീമനാവാസ് സ്ട്രെയിൻ ഉണ്ടാവും. സ്ട്രെയിൻ ഉണ്ടായി. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാ സ്ട്രെസ് കൊടുക്കുന്നതിനനുസരിച്ച് സ്ട്രെയിൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. കൃത്യമായി നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നതിനനുസരിച്ച് അതിന് പ്രഷർ കൊടുക്കുമ്പോൾ അതിനകത്ത് സ്ട്രെസ് ഉണ്ടാവും. സ്ട്രെസ് ഉണ്ടാവുന്നതിനനുസരിച്ച് സ്ട്രെയിൻ കൂടിക്കൊണ്ടിരിക്കണ്ടോ? കൃത്യമായി കൂടണ്ടോ? ഉണ്ട്, കൃത്യമായി കൂടുണ്ട്. അതാണ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. നോക്കിട്ടോ പിള്ളേരെ, ശ്രദ്ധിച്ചോ. നിങ്ങളിപ്പോ വരയ്ക്കണം നിർബന്ധമില്ല, ഞാൻ വരച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോ കേട്ടിരുന്നാൽ മതി. റബ്ബർ ബാൻഡ് തന്നെ കയ്യിലിരുന്നോട്ടെ, റബ്ബർ ബാൻഡ് കയ്യിലിരുന്നോട്ടെ. ഓക്കെ. അപ്പൊ ഞാൻ ഗ്രാഫ് വരയ്ക്കുമ്പോ ഒന്ന് സൗണ്ട് ഓൺ ആക്കിയിട്ടൊന്ന് പറയണം. ആരാ പറഞ്ഞത്? എങ്ങനെയായിരിക്കും ആ ഗ്രാഫ്? നിങ്ങൾ പഠിച്ചതാ, ഗ്രാഫ് വരയ്ക്കാൻ ഒരുപാട് പഠിച്ച മോഷൻ സ്ട്രേറ്റ് ലൈൻ. ഗ്രാഫ് എങ്ങനെയായിരിക്കും? ആരാ പറഞ്ഞത്? ജസ്റ്റ് ഇങ്ങനെ കഴിയുന്നത് ആരാ പറഞ്ഞത്? ഗ്രാഫ് എങ്ങനെയായിരിക്കും ഒന്ന് പറഞ്ഞ അനിറ്റ ആൻസർ ഒന്ന് പറഞ്ഞു നോക്കി. ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഗ്രാഫ് എങ്ങനെയായിരിക്കും പറഞ്ഞത്? ഇങ്ങനെ മുകളിലേക്ക് കേറി പോവായിരിക്കും. എന്താ പറഞ്ഞത്? സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും അതോ വളഞ്ഞു പോകും? സ്ട്രേറ്റ് ലൈൻ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എപ്പോഴും സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. പക്ഷേ സംശയം ആവശ്യമില്ല. ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഓർക്കലല്ലേ, മോഷൻ ടൈം കൂടുമ്പോ ഡിസ്റ്റൻസ് കൂടും, യൂണിഫോം വെലോസിറ്റി കൃത്യമായി കൂടും. ഉണ്ടോ ആ വാക്ക് നോക്കി? കൃത്യമായി കൂടും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഒരാൾ കൂടുമ്പോൾ മറ്റേ കൃത്യമായി കൂടും. ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്നാണ് അതിന്റെ അർത്ഥം. അറിയില്ലാത്തവർ വീണ്ടും എഴുതിക്കോണം. അപ്പൊ ഗ്രാഫ് എങ്ങനെ വരും വെച്ചാൽ ഗ്രാഫ് സ്ട്രെയിറ്റ് ആയിട്ട് തുടങ്ങിയ ഗ്രാഫ് ഇതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ. കൃത്യമാണ്, വളരെ കൃത്യമാണ്. നിങ്ങളിപ്പോ വരയ്ക്കുന്ന നിർബന്ധമില്ല. ഓയിന്ന് തുടങ്ങിയ ആള് എ വരെ കൃത്യമായി കൂടി. ഇതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. ഒന്നുകൂടെ റബ്ബർ ബാൻഡ് എടുത്ത് നോക്കി. വളരെ കുറച്ചിട്ടോ, വളരെ ഒരുപാട് കൊടുക്കരുത്. വളരെ കുറച്ച് നമ്മൾ സ്ട്രെസ് കൊടുക്കുമ്പോൾ കുറച്ച് സ്ട്രെസ് കൊടുക്കുമ്പോൾ സ്ട്രെയിൻ ഇങ്ങനെ ഉണ്ടായി റൈറ്റ്. അത് നമ്മൾ വിട്ടാൽ അവൻ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് വരും. വിട്ടു നോക്കി, വലിച്ചു വിട്ടാൽ പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വരും. ഓക്കെ. അപ്പൊ ഇത് കൃത്യമായി കൂടുന്നുണ്ട്. ഓ മുതൽ എ വരെ കൃത്യമായി കൂടുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, റബ്ബർ ബാൻഡ് എന്റെ കൈ പിടിച്ചോട്ടോ.
നമ്മളിതിന് കൂട്ടി കൂട്ടി ഇതിന് മുന്നോട്ട് പോട്ടെ, കുറച്ചുകൂടെ മുന്നോട്ട് പോട്ടെ. എല്ലാവരും നോക്കിട്ടോ. സ്ട്രെസ് കൂടുതൽ കൊടുത്ത് തന്നെ പോട്ടെ കേട്ടോ. പയ്യെ വളരെ പയ്യെ ചെയ്യണം. ഞാൻ പറയുമ്പോൾ വളരെ പയ്യെ ചെയ്യണം. സ്ട്രെസ് ഇങ്ങനെ കൂട്ടി കൂട്ടി അവിടെ പോട്ടെ 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 അവിടെ പോട്ടെ പോട്ടെ അവിടെ പോട്ടെ പോയി അങ്ങനെ പോട്ടെ. ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കട്ടെ, അവിടെ ചെന്ന് നിൽക്കട്ടെ. ഉണ്ടാ പൊട്ടരുത്. പൊട്ടിയ കയ്യിൽ വന്നിരിക്കും വേണ്ട. ഇനി നമുക്ക് സ്ട്രെസ് കൊടുത്താൽ സ്ട്രെയിൻ എന്താ സംഭവിക്കുന്നത്? ഹരി ഗോവിന്ദ്, ഇപ്പൊ നമുക്ക് സ്ട്രെസ് കൊടുക്കുമ്പോൾ സ്ട്രെയിൻ എന്താ സംഭവിക്കുന്നത്? ഹരി ഗോവിന്ദ്, എവിടെ പെട്ടെന്ന് താമസമാണ്. കൂടും. അപ്പൊ ഈ കുറെ അങ്ങോട്ട് ചെന്നു കേട്ടോ. അതായത് സ്ട്രെസ് ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നു, സ്ട്രെയിൻ കൂടിക്കൊണ്ടിരുന്നു. കൂടി കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോ അതേപോലെ പഴയ പോലെ കൃത്യമായി സ്ട്രെയിൻ കൂടുണ്ടോ? അതോ സ്ട്രെയിൻ ഒരു പിടുത്തം വരുന്നുണ്ടോ? സ്ട്രെയിൻ കൂടുന്നതിന് ഒരു കുറവ് സംഭവിക്കുന്നുണ്ടോ? അതാണ് എന്റെ ചോദ്യം. അതോ പഴയ പോലെ തന്നെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണോ? ഇങ്ങനെ കൂടിക്കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണോ? അത് വാട്ട് ഈസ് ഹാപ്പനിങ്? ഒരു പിടുത്തം വരും. അതായത് സ്ട്രെയിൻ പഴയ പോലെ, ഫാത്തിമ സലീം ഞാൻ ചോദിക്കട്ടെ, സ്ട്രെയിൻ പഴയ പോലെ കൂടുന്നുണ്ടോ അതോ സ്ട്രെയിനിന്റെ ആ ചേഞ്ചിന് മാറ്റം വരണ്ടോ? വാട്ട് ഈസ് ഹാപ്പനിങ്? കാരണം അതായത് ഞാൻ ചോദിക്കട്ടെ, ആദ്യം വളരെ ക്ലിയർ ആയിട്ട് ഈസി ആയിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു കണ്ടാ. ഇനി ഇങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് യഥാർത്ഥത്തിൽ പഴയ പോലെ കൂടണില്ല. നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ്സിന് കൃത്യമായി സ്ട്രെയിൻ കൂടണില്ല. ഇനി കൊടുത്താൽ അത് പ്രശ്നമാണ്. ഇത് സ്ട്രെയിൻ ഇപ്പൊ എത്തിക്കഴിഞ്ഞു, ഇനി അങ്ങോട്ട് പോവില്ല. സ്ട്രെയിൻ സംഭവിക്കില്ല. എത്താവുന്നതിന്റെ മാക്സിമം എത്തിക്കഴിഞ്ഞു. ഇങ്ങനെ വലിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം എത്തി, ഇനി അങ്ങോട്ട് പോവില്ല. അപ്പോ പഴയ പോലെ ഏതായാലും മുന്നോട്ട് പോവില്ല. കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോ സ്ട്രെയിൻ കുറച്ചങ്ങോട്ട് നീണ്ടു കഴിയുമ്പോ പിന്നെ ഈസി ആയിട്ട് പോവില്ല. അപ്പൊ ഗ്രാഫിന് മാറ്റം വരും, ഗ്രാഫിന്റെ ഷേപ്പ് മാറും. അതാ ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. ഗ്രാഫിന്റെ ഷേപ്പ് മാറി വേറെ കോലത്തിലേക്ക്. എങ്ങനെയാണെന്നറിയാം? ഗ്രാഫ് ഇവിടുന്ന് പയ്യെ വേറെ കോലത്തിലേക്ക് വളയാൻ. അപ്പൊ സ്ട്രെയിൻ പഴയ പോലെ എല്ലാം കണ്ടോ മാറ്റം സംഭവിച്ചു. എന്നിട്ട് അവന്റെ ഗ്രാഫ് പോകുന്നത് ഇങ്ങനെ പോയി, അവൻ വേറെ കോലത്തിലേക്ക് പോകും. ഇങ്ങനെ പോയി അവൻ വേറൊരു അവസ്ഥയിലേക്ക് ഇങ്ങനെ എത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇങ്ങനെ തന്നെയാണോ എന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്താ ഇവിടം വരെ നിങ്ങൾ ആദ്യം, അപ്പൊ എല്ലാവരും ഇവിടം വരെ എന്നുള്ളത് എങ്ങനെയാണെന്ന് കുറച്ച് ചെയ്യുമ്പോഴാണ് ഇവിടം വരെ കുറച്ച് പിള്ളേർ ചെയ്ത് നോക്കി അത് കറക്റ്റാ. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മാറ്റം സംഭവിക്കുക. പിന്നെ അങ്ങോട്ട് വലിയണില്ല, കുറെ വളഞ്ഞ് ഗ്രാഫൊക്കെ വളഞ്ഞ് തിരിഞ്ഞു പോയി. ഇതാണ് ഗ്രാഫിന്റെ പൊതുവെ കാണുന്ന ഒരു ഷേപ്പ്, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. ഓക്കെ, അപ്പൊ റബ്ബർബാൻഡ് താഴെ വെച്ചോ, ഇവിടെ ബുക്ക് എടുത്തോ. ഇനി ഇതിന്റെ വിശദമായി നമുക്ക് പഠിക്കാം. ഇനി ഞാൻ കുറച്ച് പറയുമ്പോൾ റബ്ബർബാൻഡിൽ എത്താൻ മതി. ഇത് നമുക്ക് വിശദമായി പഠിക്കാം. പുള്ളിക്ക് സംശയങ്ങൾ ഉണ്ടാവണം. പറയുമ്പോൾ ഞാൻ വൺ സൈഡ് പറഞ്ഞ് ക്വസ്റ്റ്യൻ ആൻസർ പോലെ ഫീൽ ചെയ്യരുത്. അപ്പൊ തന്നെ ചോദിച്ചോളൂ, പിന്നത്തേക്ക് വെക്കരുത്. അപ്പോ ഗ്രാഫ് ഈ വളവൊന്നും നിങ്ങൾ പേടിക്കണ്ട. ഈ വളവ് ഷേപ്പ് മാറി നോർത്തു, ഈ ഭാഗം മാറി നോർത്തൊന്നും പേടിക്കണ്ട. ഇത് എവിടം വരെ വരണമെന്നും നിങ്ങൾ നോക്കണ്ട. ഇതിന്റെ വാല്യൂ ഒന്നും ഇതിനകത്ത് വേണ്ട. ഇങ്ങനെ വന്നിട്ട് ആദ്യം സ്ട്രെയിറ്റ് ആയിരിക്കും. കുറച്ചുകൂടെ കഴിയുമ്പോൾ അവന് പയ്യെ ഇങ്ങനെ വളഞ്ഞു കൊടുക്കും. വളഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോയി ഇങ്ങനെ കുറച്ച് മുകളിലേക്ക് കയറി ഇങ്ങനെ വളഞ്ഞു നിൽക്കും. ഇവിടെ വന്നിട്ട് ഇത്രയുടെ താഴത്തേക്ക് നിൽക്കും. ഇത് മുകളിൽ പോയിട്ട് ഇത്രയുടെ താഴത്തേക്ക് ഇവിടെ വന്ന് നിൽക്കും. ഇത്തരം കാര്യങ്ങൾ ഏകദേശം ഷേപ്പ് വരച്ചു വെച്ചാൽ മതി. ബാക്കി ഞാൻ പറയുമ്പോൾ ചില മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം ചെയ്യാം. ഓക്കെ, വരച്ചു വെച്ചോ, പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം. ഗ്രാഫ് വരച്ചോ, ഓരോ പോയിന്റും ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചോദിച്ച ഓരോ പോയിന്റും ഞാൻ പറഞ്ഞുതരാം. പഠിക്കാനുണ്ട്, ഓരോ വാക്കും പഠിക്കാനുണ്ട്. ഐ വിൽ ടെൽ യു ഡീറ്റെയിൽഡ് എക്സ്പ്രഷൻ വിൽ ബി ഗിവൺ. ഗ്രാഫ് വരച്ചു വെച്ചു. ഹസ്ന നജീബിക്ക് ഇന്നലെ എവിടെയായിരുന്നു? ഹസ്ന ഇന്നലെ ഉണ്ടായിരുന്നില്ലേ? ഹസ്ന നജീബ് എവിടെ? കേൾക്കണില്ല, അനക്കൊന്നുമില്ല, ആൻസറുകളൊന്നും പറയണ കൈവക്കണില്ല കേട്ടോ. മനസ്സില്ലേ? ഞാൻ പറഞ്ഞില്ല. ഓ മുതൽ എ വരെ
നോക്കട്ടോ, ശ്രദ്ധിച്ചോളൂ. O മുതൽ A വരെ, A എന്ന് പറഞ്ഞ ഒരു പോയിന്റ് നിങ്ങൾ ഇടണം. എവിടെ? സ്ട്രെയിറ്റ് ലൈൻ തീരണം അവിടെയാണ് A ഇടുന്നത്. സ്ട്രെയിറ്റ് ലൈൻ എവിടെയാണ് നിങ്ങൾ തീർത്തത് അവിടെ A ഇടുക, ഇത് O ഇടുക. ഓക്കെ, എന്റെ ചോദ്യം, O മുതൽ A വരെ എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും O മുതൽ A വരെ സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. അപ്പൊ O മുതൽ A വരെ OA സ്ട്രെസ് വളരെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്, വളരെ പക്കയാണ്. അതാണ് സ്ട്രെയിറ്റ് ലൈൻ എന്നത്. അതുകൊണ്ട് നമ്മൾ പറയും ഇത് നല്ല പോലെ ഇറ്റ് ഒബെയ്സ് ഹൂക്സ് ലോ. ഹൂക്സ് ലോനെ കൃത്യമായി അവൻ അനുസരിക്കുന്നുണ്ട്, കംപ്ലീറ്റ്ലി കൃത്യമായി അനുസരിക്കുന്നുണ്ട്. എവിടം വരെ? എവിടം വരെ? O മുതൽ A വരെ. O മുതൽ A വരെ നമ്മൾ വരച്ചിരിക്കുന്ന സ്ഥലം വരെ ഹൂക്സ് ലോനെ അവൻ കൃത്യമായി ഒബേ ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ചോ? അതിന്റെ അർത്ഥം നിങ്ങളെ എപ്പോഴെങ്കിലും കേട്ടോട്ടുള്ളേ, ഇതേ നോക്കി, ഈ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ഫോഴ്സുമായി ബന്ധമുണ്ട്. ശരിക്കും ശ്രദ്ധിച്ചോളെ, ഞാൻ പറഞ്ഞത് സ്ട്രെസ് പാസ്കലാണ്. ഇത്ര പാസ്കലിലാണ് സ്ട്രെസ് പറയുന്നത്. അപ്പൊ ഇവിടെ 1 പാസ്കൽ ആയിരിക്കും, ഇവിടെ 2 പാസ്കൽ ആയിരിക്കും, ഇവിടെ 3 പാസ്കൽ ആയിരിക്കും. അങ്ങനെ വന്ന് വന്ന് ഇവിടം വരെ ഇതൊരു പ്രത്യേക പാസ്കൽ ആയിരിക്കും. എത്രയാന്ന് നമുക്ക് അറിയില്ല, എത്രയെങ്കിലും ആവട്ടെ. ഇവിടെ ഒരു വിലയുണ്ടാവും. അപ്പൊ ചിലപ്പോ 10ഓ ചിലപ്പോ 11ഓ എന്തെങ്കിലും ആവട്ടെ, ചുമ്മാ ഇതിനായിട്ടതല്ല. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ 11 കേട്ടോളാം. ശരിക്കും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ മലയാളത്തിൽ നിങ്ങൾ മനസ്സിലാക്കാൻ പോലത്തിൽ എഴുതണം. 11 പാസ്കല് വരെ അവൻ കൃത്യമായി നീണ്ടുകൊണ്ടിരിക്കും. നമുക്ക് 11 പാസ്കൽ, ഇപ്പൊ നമ്മൾ റബ്ബർ ബാൻഡില് നമ്മൾ 1 കൊടുത്തു, 1 പാസ്കല്, 2 പാസ്കല്, 3 പാസ്കല്, അപ്പൊ കൃത്യമായി കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരു പർട്ടിക്കുലർ വാല്യൂ വരെ നമുക്ക് കൃത്യമായി അത് കൂടും. അതാണ് ഏത് ഉദ്ദേശിക്കുന്നത്. അതിന്റെ മേളിലേക്ക് നമ്മൾ പ്രഷർ കൊടുത്താൽ പിന്നെ ആ കൂടുതൽ കൃത്യമായിട്ടല്ല. ഒബേസ് ഹൂക്സ് ലോ എന്ന് കൃത്യമായി പറയാൻ പറ്റില്ല. അതാണ് O മുതൽ A വരെയുള്ളതിന്റെ പ്രത്യേകത. മനസ്സിലാവാത്തിന്റെ അപ്പൊ ചോദിച്ചോളാം. ഓക്കെ, നമ്മൾക്ക് നമ്മളിങ്ങനെ സ്ട്രെസ്സാണ് നമ്മൾ കൊടുക്കണേ. സ്ട്രെയിൻ അവിടെ ഉണ്ടാവണേ, ഉണ്ടാ സ്ട്രെയിൻ അവിടെ ഇങ്ങനെ ഉണ്ടാവും. ഇത് സ്ട്രെയിൻ ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കും. ശ്രദ്ധിച്ചോളാം, ഉണ്ടാ. അപ്പൊ ചിലപ്പോ ഒരു വാല്യൂക്ക് ചിലപ്പോ കൂടണേ. അതാ ചേഞ്ച് ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ചിലപ്പോൾ 1 കിട്ടും, ചിലപ്പോൾ 2 ആവും, ചിലപ്പോൾ 3 ആവും. അത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ വരെ പക്കയാണ്. ക്ലിയർ? ഒബേസ് ഹോംസ് ലോ, ഒബേസ് ഹൂക്സ് ലോ കംപ്ലീറ്റ്ലി. ഇനി കേട്ടോ, നമുക്ക് അവിടെ പറയാം O മുതൽ A വരെ ഇവൻ പ്യുവർലി എന്ത് സ്വഭാവമാണ് ഇവൻ കാണിക്കുന്നത്? 2 ടൈപ്പ് സ്വഭാവം ഉണ്ടെന്ന് ഞാൻ ഇന്നലെ പഠിപ്പിച്ചു. 2 ടൈപ്പ് സോളിഡ് ഉണ്ടെന്ന് ഞാൻ പഠിപ്പിച്ചു. അപ്പൊ എന്റെ ചോദ്യം, O മുതൽ A വരെ ഇവൻ എന്ത് നേച്ചറാണ് കാണിക്കുന്നത്? ആരെങ്കിലും പറയാം? അത് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം, വളരെ ശ്രദ്ധിച്ച് പഠിച്ചു. ആരെങ്കിലും പറയാം? 2 സ്വഭാവം ഉണ്ടെന്ന് ഇന്നലെ കാണിച്ചു, എല്ലാവർക്കും പറയാം. സന എന്ന് പറഞ്ഞ സന സഹീർ എന്ന് പറഞ്ഞേ 2 സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏത് സ്വഭാവമാണ് അവൻ കാണിക്കുന്നത്? സന സഹീർ ഏതാ? ഇന്നലെ ഏതാ പറഞ്ഞത്? 2 ടൈപ്പ് സോളിഡ് ഞാൻ പറഞ്ഞ ഏതൊക്കെയാ? 2 ടൈപ്പ് സോളിഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാ? എലാസ്റ്റിക്കും പ്ലാസ്റ്റിക്കും. അത് തന്നെയാണ് കൃത്യമാക്കണത്. എലാസ്റ്റിക് നേച്ചറുണ്ട്, പ്ലാസ്റ്റിക് നേച്ചറുണ്ട്. ഇവരെന്ത് സ്വഭാവം കാണിക്കണേ? O മുതൽ A വരെ എലാസ്റ്റിക് നേച്ചറാണ്. കാരണം അതിന്റെ ഉള്ളിൽ നിങ്ങൾ തിരിച്ചു വിട്ടാൽ, കേട്ടോ നോക്കി, നമ്മൾ പറഞ്ഞത് കുറച്ച് കൊടുത്ത് തിരിച്ചു വിട്ടാൽ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും. അതാണ് പ്രത്യേകത. പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വരും. റബ്ബർ ബാൻഡ് പഴയ പോലെ തന്നെ ഇരിക്കും. അതാണ് സംഭവം. ഈ റബ്ബർ ബാൻഡിന്റെ നീളം എത്രയായിരുന്നു അതേ നീളത്തിലേക്ക് തിരിച്ചു വരും. കണ്ടോ, വലിച്ചു വിട്ടു തിരിച്ചു വരും. അപ്പൊ നമുക്ക് പറയാം ഇവൻ പ്യുവർലി എലാസ്റ്റിക് ഇൻ നേച്ചർ ആണ്. ക്ലിയർ ആക്കണം കേട്ടോ. പക്ക എലാസ്റ്റിക് ആണ്. പക്ക എലാസ്റ്റിക് എന്ന് വെച്ചാൽ അവസ്ഥ എന്താ? അവൻ പഴയതിലേക്ക് തിരിച്ചു വരും. അതാണ് പക്ക എലാസ്റ്റിക്കിന്റെ അർത്ഥം. അപ്പൊ O മുതൽ A വരെ നിങ്ങൾ പ്രഷർ കൊടുക്കണമെങ്കിൽ, സ്ട്രെസ് കൊടുക്കുകയാണെങ്കിൽ, അതിന്റെ മുകളിലേക്ക് കൊടുത്തില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവൻ കൃത്യമായി തിരിച്ചു വരും.
ക്ലിയർ ആണ്? എന്തെങ്കിലും വേണ്ടി പറഞ്ഞോളാം, ഞാൻ അടുത്തതിന്റെ മുകളിലേക്ക് വെക്കാൻ പോകും, അതിന്റെ മുകളിൽ പറയാൻ പോവാ. ഇത്തരത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു, മനസ്സിൽ എന്തെങ്കിലും തോന്നലുണ്ടെങ്കിൽ പറഞ്ഞോ. ക്ലിയർ ആണ്? ക്ലിയർ ആണ്. ശരി, ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ എഴുതണം. വളരെ ഷോർട്ടായ പോയിന്റ് മാത്രമേ ഞാൻ പറയുള്ളൂ. ഇത് മാത്രം എഴുതി വെക്കാൻ ചില കുട്ടികളുണ്ട്, ഇത് മാത്രം എഴുതും. അതിന്റെ അർത്ഥം ക്ലാസ്സിലല്ല എന്ന് അതിന്റെ അർത്ഥം. ശരി, ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ എഴുതും. എലാസ്റ്റിക് നേച്ചർ. ഇനി രസം അറിയാം, നമ്മള് വീണ്ടും കൊടുക്കുക. ഇവിടെ എടുത്ത് റബ്ബർ ബാൻഡ് ഒന്നുകൊണ്ടെടുത്ത് തോമസ് കാണ്ടേ. ആ, കിട്ടിയിരുന്നത് നിങ്ങൾക്ക്. ആ, വലിക്കുക. നമ്മളിങ്ങനെ വലിച്ചിട്ടേ ശരിക്കും ഇങ്ങനെ വലിച്ച് കുറച്ചേരം ഇങ്ങനെ പിടിക്കുക, വലിച്ചിങ്ങനെ പിടിക്കുക. അതായത് എക്ക് കഴിഞ്ഞു പോകണം, നല്ലപോലെ കൊടുക്കുക. സ്ട്രെസ് ചെറുതല്ല, നല്ലപോലെ കൊടുത്ത് ഇങ്ങനെ വലിച്ചു പിടിക്കുക, കുറച്ചേരം ഇങ്ങനെ വലിച്ചു പിടിക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളിങ്ങനെ തിരിച്ചു വരിക. വീണ്ടും കുറച്ചേരം ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് പിടിക്കുക, പൊട്ടാതെ. എന്നിട്ട് തിരിച്ചു വരിക. ഞാൻ ചോദിക്കട്ടെ പിള്ളേരോട്, കുറച്ചേരം വലിച്ചു പിടിച്ച് നമ്മൾ തിരിച്ചു വന്നു കഴിയുമ്പോ അപ്പൊ എയുടെ മുകളിലേക്ക് നമ്മൾ കൊടുത്തു, ചെറുതൊന്നുമല്ല, എയുടെ മുകളിലേക്ക് സ്ട്രെസ് കൊടുത്തു. ഉണ്ടാവും ഗ്രാഫ് കണ്ടോ? ഗ്രാഫ് മുകളിലേക്ക് പോയാൽ സ്ട്രെസ് കൂട്ടി നമ്മൾ ഉണ്ടാവും, 12, 13 ഒക്കെ കൂട്ടി കൊടുത്തു. എന്റെ ചോദ്യം ഇതാണ്, ഇവൻ കൃത്യം പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുമോ, അതോ നമ്മളിങ്ങനെ കുറെ നേരം വലിച്ചു പിടിച്ചിട്ട് വിട്ടു കഴിയുമ്പോൾ അവൻ ഇത്തിരി പഴയതിനേക്കാൾ ഇത്തിരി വലുതായിട്ടുണ്ടാവും? ചില പുതിയ റബ്ബർ ബാൻഡ് ആണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. നിങ്ങൾ ഉപയോഗിച്ച റബ്ബർ ബാൻഡ് നിങ്ങൾക്ക് പരിചയമുണ്ട്. റബ്ബർ ബാൻഡ് നമ്മൾ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? അല്ലെങ്കിൽ നിങ്ങൾ മുടിയിലിടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, മുടിയിൽ ടൈറ്റ് ആയിട്ട് എലാസ്റ്റിക്കിന്റെ ഒരു സാധനം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില ഡ്രസ്സുകൾ, അതിന് കുറച്ച് നാൾ നമ്മളിങ്ങനെ സ്ട്രെസ് അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ടു ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്, അല്ലെങ്കിൽ ഒറിജിനൽ സൈസിന് എന്ത് സംഭവിക്കും? വാട്ട് വിൽ ഹാപ്പൻ ഒന്ന് പറഞ്ഞ ഏഞ്ചൽ മരിയ ഷാജി, എന്ത് സംഭവിക്കും? അതിന്റെ ഒറിജിനൽ ലെങ്ത്തിലേക്ക് തന്നെ തിരിച്ചു വരുമോ? കുറച്ച് വലുതായി പോകും, ആബ്സല്യൂട്ട്ലി കുറച്ച് വലുതായി പോകും. അതാ ഞാൻ പറഞ്ഞു വന്നത്. വരെയാണ് എല്ലാവർക്കും ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്. അതുകൊണ്ട് അപ്പൊ നിങ്ങൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ടോ പഠിച്ചു വരുന്നത്, എഴുതണം, നോട്ട് എഴുതണം. ഞാൻ വീണ്ടും പറയാം, ക്വസ്റ്റ്യൻ ആൻസർ എളുപ്പം അതിനകത്ത് വരുള്ളൂ. പക്ഷെ നമ്മളിത് മൊത്തം മനസ്സിലാക്കിയിരുന്നാൽ എന്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ എഴുതുള്ളൂ. അപ്പൊ വരെ ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ വരെ അവൻ പഴയ പോലെ തിരിച്ചു വരും. ഒരു ഇത്തിരിക്ക കൊടുക്കണമെങ്കിൽ ഒരു പ്രശ്നമില്ല. ഞാൻ എക്സാമ്പിൾ, ചില ചെരുപ്പുകൾ അല്ലെങ്കിൽ ചില ഇതിടുമ്പോൾ നമ്മൾ ചില ഡ്രസ്സുകൾ വണ്ണം കൂടിയുള്ളവർ ഇടാൻ നമ്മൾ സമ്മതിക്കില്ല. ചില എലാസ്റ്റിക്കിന്റെ ഡ്രസ്സുകൾ വണ്ണം കൂടിയവർ ഇട്ടാൽ നമുക്ക് ഇടാൻ പറ്റില്ല. അതെന്തായി പോവും? അത് വലിഞ്ഞു പോകും നമ്മൾ പറയും, അല്ലെ? വലിഞ്ഞു പോകും. ചില സോക്സുകൾ ചെറിയ സോക്സ് വലിയ ആൾക്കാർ ഇട്ടാൽ തന്നെ വലിഞ്ഞു പോകും. പിന്നെ അത് വലിപ്പം കൂടി പോകും, പഴയ പോലെ തിരിച്ചു വരില്ല. ഒരു പരിധി, അതാണ് സംഭവം. അപ്പൊ അത് ഏടെ മേളിൽ കൊടുക്കണാരുന്ന, ഏടെ മേളിൽ കൊടുത്താൽ അവൻ പഴയ പോലെ തിരിച്ചു വരില്ല. അപ്പൊ ഏടെ മുകളിലേക്ക് അവൻ എന്ത് ചെയ്യില്ല? അവൻ പഴയ പോലെ തിരിച്ചു വരില്ല. അപ്പൊ സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ ഒരു പോയിന്റ് എടുത്ത് നോക്കുക, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ വരെ നമ്മൾ സ്ട്രെസ് കൊടുത്തു നോക്കുക. അവനെ വിട്ടാലുണ്ടല്ലോ അവൻ തിരിച്ചു വരില്ല, അവൻ വേറെ അവസ്ഥയിലേക്ക് തിരിച്ചു പോകും. അവൻ എങ്ങനെ പോകുന്ന അറിയോ? ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം, ഉണ്ടാ, വേറെ അവസ്ഥയിലേക്ക് തിരിച്ചു പോയിട്ട് ഉണ്ടാ. അവൻ ആദ്യം 0 ആയിരുന്നു അവന്റെ നീളം, അതായത് അവനൊരു മാറ്റം ഉണ്ടായിരുന്നില്ല, സ്ട്രെയിൻ ഒന്നും സംഭവിച്ചില്ല. അപ്പൊ തിരിച്ച് ഇവിടെ വരെ അവൻ തിരിച്ച് അവിടെ തന്നെ വരും. പക്ഷെ ഇവിടെ ഏതെങ്കിലും ഈ ഏരിയയിൽ വെച്ചിട്ടാണ്, എന്ന് വെച്ചാൽ ഗ്രാഫിൽ ഈ ഏരിയ എന്ന് ഉദ്ദേശിക്കുന്ന പ്രഷർ നമ്മൾ കൂടുതൽ കൊടുത്തു, ഏരിയേക്കാൾ കൂടുതൽ കൊടുത്താൽ അവൻ ഇങ്ങോട്ട് തിരിച്ചു വരില്ല, പഴയ അവസ്ഥയിൽ തിരിച്ചില്ല, വേറെ അവസ്ഥയിലേക്ക് തിരിച്ചു പോകും. നീളം കൂടി അങ്ങനെ ആയി പോകും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെർമനന്റ് സെറ്റ്. പെർമനന്റ് ആയിട്ട് അവൻ എന്തായി പോകും? പെർമനന്റ് സെറ്റ് ആയി പോകും. പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരില്ല. ഏയുടെ മുകളിലേക്കാണ് നമ്മൾ പ്രഷർ കൊടുക്കണേ, സ്ട്രെസ് കൊടുക്കണമെങ്കിൽ അവൻ പഴയ സ്ഥലത്തേക്ക് തിരിച്ചു വരില്ല, വേറെ സ്ഥലത്തേക്ക് തിരിച്ചു വരും. അതുകൊണ്ടാണ് ഗ്രാഫ് നമ്മൾ ഡോട്ടിട്ട് വേറെ സ്ഥലം കാണിച്ചത്. മനസ്സിലാവായെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടോ പിള്ളേരുടെ റേഞ്ചിലേക്ക് എത്തിയില്ലെങ്കിൽ പറയണം. ഞാൻ പറയുന്നതിന്റെ ക്ലാരിറ്റി കുറവായിരിക്കും, ഞാൻ വീണ്ടും പറയും, ശരിയാവും. ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും അങ്ങനെ ചോദിച്ചാൽ നമുക്ക് അങ്ങനെ പെർമനന്റ് സെറ്റ് എന്താന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ ആൻസർ കാണാതെ പഠിക്കാൻ ഞാൻ സെന്റൻസ് തരേണ്ട ആവശ്യമില്ല. അങ്ങനെ ചോദ്യം അല്ല ചോദിക്കുക. ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഇറ്റ് വിൽ നോട്ട് റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ, അങ്ങനെയാണ് പറയുന്നത്. It will not regain its original length, original size. Its size will permanently change. That is called a permanent set. Above a particular value, if we are applying stress above a particular value,
അങ്ങനെ നമ്മൾ പറയാം. ഓക്കെ, അത് തിരിച്ച് സെറ്റായി. ഓക്കെ, ഇനി ക്ലിയർ ആണോ? പറഞ്ഞേ, എഴുതിക്കോളാം, എഴുതാതെ വിട്ടേക്കരുത്. അൽസാഫെ ഇത് എഴുതണട്ടാ. നീ മൊബൈലിൽ തൊട്ടുകൊണ്ടാണ് ഇരിക്കണേ, പിന്നെ കാണില്ല, ഞാൻ എഴുതണ രണ്ട് കൈയും കാണില്ല. ശരി, നോക്കിയോ, ക്ലിയർ ആയി. അടുത്ത പോയിന്റ്. ഇനി അടുത്തൊരു പോയിന്റിന്റെ ഇടയിൽ ഞാൻ പറയുമ്പോ ഇവിടെ ഒരു പോയിന്റ് ഞാൻ പറയുമ്പോ ബി എന്ന് പറഞ്ഞ അടുത്തൊരു പോയിന്റ്. കുറെ പോയിന്റുകൾ നമുക്ക് ഇതിനകത്ത് പറയാനുണ്ട്, ശ്രദ്ധിച്ചോളാം. ബി എന്ന് പറഞ്ഞ വേറൊരു പോയിന്റ് ഞാൻ പറയാൻ പോവാം. ഇവിടെ ഒരു പോയിന്റ് പറയാം, ക്യാപിറ്റൽ ബി ഒരു പോയിന്റ്. ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാം, ശ്രദ്ധിച്ചോളൂ. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പോയിന്റ് നമ്മൾ പറയുന്നത് ഈ പോയിന്റ് വരെ കേട്ടോളൂ. ഈ പോയിന്റ് വരെ, അതായത് എ വരെയാണ് അവൻ കൃത്യം ഓംസ് ലോ അല്ല ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നത്. ശ്രദ്ധിച്ചോളൂ, എ വരെയാണ് ഹൂക്സ് ലോ കൃത്യമായി ഒബേ ചെയ്യുന്നത്. എ കഴിഞ്ഞിട്ട് അവന്റെ തെറ്റി തുടങ്ങും. എ കഴിഞ്ഞ് തൊട്ടുമുള്ള ഒരു പോയിന്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ പോയിന്റ്. ബി വരെ ഇവൻ ഇലാസ്റ്റിക് നേച്ചർ കാണിക്കും. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, എ വരെ കംപ്ലീറ്റ് ഹൂക്സ് ലോ ആയിരിക്കും, കൃത്യം സ്ട്രെസ്സും സ്ട്രെയിനും വേണം. കുറച്ച് കഴിയുമ്പോൾ ഇത്തിരി വളഞ്ഞു തുടങ്ങിയണ്ട, ഇവിടെ വളഞ്ഞു തുടങ്ങി, ഒരു ഇത്തിരി തെറ്റി തുടങ്ങി, നേരെയല്ല ഒരു ഇത്തിരി വളഞ്ഞു തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളൊരു പോയിന്റ് പറയും. ആ പോയിന്റിന്റെ മുകളിലേക്ക് അവൻ പ്രശ്നമാണ്. ആ പോയിന്റിന്റെ മുകളിലേക്ക് അവൻ പെർമനന്റ് സെറ്റ് ആയി പോകും, പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരില്ല. അതിന്റെ ഇടയ്ക്കൊരു പോയിന്റാണ് നമ്മൾ പറയണത്. നമ്മൾ മനസ്സിലാക്കണം, എ വരെ കംപ്ലീറ്റ് ഹൂക്സ് ലോ, സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിരിക്കും. അത് കഴിയുമ്പോൾ സ്ട്രെയിൻ ഒരു ഇത്തിരി വളഞ്ഞു തുടങ്ങും. നമ്മൾ തൊട്ടുമുള്ളൊരു പോയിന്റ് പറയും. ആ പോയിന്റ് വരെയാണ് അവൻ എലാസ്റ്റിക് നേച്ചർ കാണിക്കുന്നത്. പിന്നെ അവന്റെ എലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു. അങ്ങനെ ആ ബി എന്ന് പറഞ്ഞ പോയിന്റിനെ നമ്മൾ പേരിട്ട് വിളിക്കാൻ പോവാണ്. കേട്ടോളണം, ബി എന്ന് പറഞ്ഞ പോയിന്റിന്റെ പേരാണ്, ഈ ബിയുടെ പേരാണ് ഈൽഡ് പോയിന്റ്. ഈൽഡ് പോയിന്റ് എന്നാണ്. ബി എന്ന് പറഞ്ഞ പോയിന്റിന്റെ പേരാണ് ഈൽഡ് പോയിന്റ്. എ ഒരു പോയിന്റ് ആണ്. ആ എ വരെ എന്താ കാൽവിലെ എ വരെ എന്താ ഉദ്ദേശിക്കുന്നത്? എയുടെ പോയിന്റിന്റെ പ്രത്യേകത, എ വരെ വലിച്ചു കഴിഞ്ഞാൽ തിരിച്ച് റീഗെയിൻ. അത് ഞാൻ പറഞ്ഞു. അതല്ലാതെ വേറൊരു പോയിന്റ് കൂടെ പറഞ്ഞു. ബിയും അങ്ങനെ തിരിച്ചു വരും, പക്ഷെ എയുടെ വേറൊരു പോയിന്റ് കൂടെ പറഞ്ഞു. ശ്രദ്ധിക്കുന്നില്ല, എന്താ കഴിച്ചോണ്ടിരിക്കണേ? കഴിച്ച കുഴപ്പമൊന്നുമില്ല, പക്ഷെ ശ്രദ്ധ വേണം കേട്ടോ. അത് പറഞ്ഞ എയുടെ പ്രത്യേകത ഹൂക്സ് ലോ കംപ്ലീറ്റ്ലി ഒബേ ചെയ്യും. സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിരിക്കും. തൊട്ടുമുകളിൽ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അവൻ എലാസ്റ്റിസിറ്റി കാണിക്കും, തിരിച്ചു വരും. തൊട്ടുമുകളിലായി പറയണേ. അത് ആ പോയിന്റിന്റെ പേരാണ് ഈൽഡ് പോയിന്റ്. പക്ഷെ ഹൂക്സ് ലോ കംപ്ലീറ്റ്ലി ഒബേ ചെയ്യില്ല, കൃത്യമാവണമെന്നില്ല, പക്ഷെ തിരിച്ചു വരും. അങ്ങനത്തെ സ്ഥലമുണ്ട്. ഓരോ വാല്യൂ ഈ പറഞ്ഞ ഓരോ വാല്യൂ പഠിപ്പിക്കുക, സ്ട്രെസ്സിന്റെ ഓരോ വാല്യൂ ഈൽഡ് പോയിന്റ് എന്ന് പറയും. അപ്പൊ ഈൽഡ് പോയിന്റിന്റെ എന്താ ഈൽഡ് പോയിന്റ് വെച്ചാൽ നമ്മൾ പറയും ദ മാക്സിമം പോയിന്റ് വേർ ഇറ്റ് ഷോസ് എലാസ്റ്റിസിറ്റി. അപ്പൊ ഈൽഡ് പോയിന്റ് എന്താന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതാ പരീക്ഷയ്ക്ക് നമ്മൾ ചോദിക്കുന്നത്, മാക്സിമം പോയിന്റ് വേർ the material shows elasticity. Elasticity കാണിക്കുന്ന മാക്സിമം പോയിന്റ് ആണ് ഈൽഡ് പോയിന്റ്. അതിലൊരു വാക്കുകൂടെ ഉണ്ട്. ഈ ഈൽഡ് പോയിന്റ് വേറൊരു വാക്കുകൂടെ ഉണ്ട്. ആ വാക്കാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. അപ്പൊ രണ്ട് പോയിന്റ് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ബോൾഡായിട്ട് കിടക്കണ്ട, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഓരോന്നും ചോദിക്കുന്നതാ. എലാസ്റ്റിക് ലിമിറ്റ് എന്തായിരിക്കും ആ വേർഡിന്റെ അർത്ഥം? ഒന്ന് പറഞ്ഞു നോക്കിയേ, ആ വേർഡിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു നോക്കിയേ ശര. എലാസ്റ്റിക് ലിമിറ്റിന്റെ അർത്ഥം എന്താ? ആ വേർഡ് നിങ്ങൾക്ക് മനസ്സിലാവും. എലാസ്റ്റിക് ലിമിറ്റ് എന്ന് വെച്ചാൽ അത് പഴയ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരാനുള്ള ഇത് ആ വാക്കർത്ഥമാണ്. വാക്ക് എലാസ്റ്റിക് ലിമിറ്റ് എന്താ വാക്കിന്റെ അർത്ഥം? എലാസ്റ്റിക് ലിമിറ്റ് എന്ന് വെച്ചാൽ എന്താ? ലിമിറ്റ് ഒരു പരിധി, അബ്സല്യൂട്ട്ലി. അപ്പൊ എലാസ്റ്റിസിറ്റിയുടെ പരിധിയാണത്. അവിടം വരെ എലാസ്റ്റിസിറ്റി ഉള്ളൂ. അതാണ് എലാസ്റ്റിക് ലിമിറ്റ്. പരിധിയാണ് കറക്റ്റ് വാക്ക്, പരിധി. എലാസ്റ്റിസിറ്റി കാണിക്കുന്ന പരിധി. അതിന്റെ അപ്പുറത്തേക്ക് എലാസ്റ്റിസിറ്റി കാണിക്കില്ല, തിരിച്ചു വരില്ല.
അപ്പൊ എയും ബിയും തമ്മിലുള്ള വ്യത്യാസം കൃത്യം മനസ്സിലാക്കിക്കൊള്ളാൻ പോലും. ഓക്കെ, ഡൗട്ട് ഉണ്ട് ഇപ്പൊ പറഞ്ഞോളാം, മനസ്സിൽ തോന്നണ്ടേ അപ്പൊ പറഞ്ഞോളാം. ഓക്കെ, അപ്പൊ നമുക്ക് റബ്ബർ ബാൻഡിലൊന്നും ഫീൽ ചെയ്യാൻ പറ്റില്ലേ? റബ്ബർ ബാൻഡിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റില്ല, നമുക്ക് അളക്കാൻ പറ്റൂല. പക്ഷെ നമുക്ക് അളക്കാൻ പറ്റൂല, പക്ഷെ ലാബിൽ അത് കൃത്യമായി അളക്കും. ഓരോന്നിന്റെ കണ്ടുപിടിക്കണം. എന്ത് വെച്ച് ബിൽഡിംഗ് ഉണ്ടാക്കണം, എന്ത് വെച്ച് പാലം ഉണ്ടാക്കണം, എന്ത് വെച്ച് റോപ്പ് ഉണ്ടാക്കണം, എന്ത് വെച്ച് ക്രെയിന്റെ റോപ്പ് ഉണ്ടാക്കണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് ഇത് വെച്ചിട്ടാണ്. ഈ ഓരോ പോയിന്റ് ശ്രദ്ധിക്കും, അല്ലെങ്കിൽ പൊട്ടിപ്പോയില്ല. ലിഫ്റ്റ്, ഞാൻ എക്സാമ്പിൾ പറയാം. ലിഫ്റ്റിൽ ഉപയോഗിക്കുന്ന വള്ളി ഉണ്ടല്ലോ, റോപ്പ്, ഇരുമ്പിന്റെ മെറ്റാലിക് റോപ്പ്, അത് ലിഫ്റ്റിൽ എത്ര പേര് കയറണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇത്ര പേരെ കയറാവുള്ളൂ. അതിന് മുകളിലേക്ക് കയറിയാൽ അത് പ്രഷറാണ്, അത് സ്ട്രെസ് ആണ്. അങ്ങനെ ലിഫ്റ്റ് പൊട്ടിപ്പോണേ. എത്രയോ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കയറാൻ പാടില്ല. അതെ, അതിന് മുകളിലേക്ക് പോയാൽ പ്രശ്നം ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം. പൊട്ടണ എപ്പോഴാന്ന് കാണിച്ചു തരാം. ഇതിപ്പോ പൊട്ടണല്ല, ആദ്യം മാറ്റങ്ങൾ, ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും. അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എങ്ങനെ അളക്കണമെന്ന് അറിയണം. ഇതിങ്ങനെ അളക്കണം. ഒരു റോപ്പ്, ഈ റോപ്പ് വെക്കും, എന്നിട്ട് ഇങ്ങനെ വെയിറ്റ്, ഇതിങ്ങനെയാണ്, ഇതിന് വെയിറ്റ് വെക്കും. ഈ വെയിറ്റ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ വെയിറ്റ് ഇങ്ങനെ കിലോഗ്രാം ആഡ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഇതിനെ പഠിക്കുകയാണ് ഈ റോപ്പിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ. അതിങ്ങനെ അങ്ങനെ പഠിച്ചുണ്ടാക്കുന്ന ഗ്രാഫാണ് ഇത്. അപ്പൊ ഇതിന്റെ ഗ്രാഫ്, റബ്ബർ ബാൻഡിനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് ഗ്രാഫ് വരയ്ക്കാൻ. വലിയ മെറ്റലുകൾക്കാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട സാധനം. ഓക്കെ, ഇനി ഒരു വാക്ക് പഠിപ്പിക്കാൻ പോകും, നോക്കിയിട്ട്. ഈ ബി എന്നൊരു വിളി പറഞ്ഞോ. ഈ എയുടെ എ ടു ബി സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണോ? അല്ല, സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണൽ ആണ്. പക്ഷെ പക്കാ പ്രൊപ്പോർഷണൽ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണ്. ഇറ്റ് വിൽ നോട്ട് ഒബേ ഹൂക്സ് ലോ കംപ്ലീറ്റ്ലി. ഇറ്റ് ഒബേസ് ഹൂക്സ് ലോ, പക്ഷെ പക്കാ ഹൂക്സ് ലോ ഒബേ ചെയ്യില്ല എന്നാണ്. ഒബേ ചെയ്യും. സ്ട്രെസ് കൂടും, സ്ട്രെയിൻ കൂടും. സ്ട്രെസ് കൂടുമ്പോൾ സ്ട്രെയിൻ കൂടും. പക്ഷെ ഈ ഗ്രാഫ് നമ്മൾ കേട്ടിട്ടുള്ളൂ, ലീനിയർ ഗ്രാഫ് എന്ന് വെച്ചാൽ കറക്റ്റ് ആയിരിക്കും. ഒന്ന് കൂടിയാൽ അപ്പുറം ഒന്ന് കൂടും, രണ്ട് കൂടിയാൽ രണ്ട് കൂടും. യൂണിഫോം മോഷൻ പോലെ. ഒരു സെക്കൻഡിൽ 5, അടുത്ത സെക്കൻഡിൽ 5, അങ്ങനെ കൃത്യമായിട്ട് കൂടും. ഇത് കൃത്യമായിട്ട് കൂടില്ല, അത് ഇത്തിരി മാറ്റും. സ്ട്രെയിൻ ഒരല്പം മാറ്റം വരും. പക്ഷെ ഹൂക്സ് ലോ ഒബേ ചെയ്യും, കംപ്ലീറ്റ് അല്ല. അതാണ് ഈ വാക്ക് ഞാൻ കംപ്ലീറ്റ്ലി എന്ന് ഉപയോഗിച്ചത്. കംപ്ലീറ്റ്ലി എന്നുള്ള വാക്കുണ്ടാവും. O മുതൽ എ വരെ ഇതുണ്ടാവില്ല. എ മുതൽ ബി വരെ അതുണ്ടാവില്ല. അപ്പൊ അങ്ങനെ പിള്ളേരെ എഴുതിക്കോ. ഒരു പോയിന്റ് ഇങ്ങനെ എഴുതിക്കോ. അവൻ ചോദിച്ചത് നല്ല വാക്കാണ്. എ ടു ബി എന്താണ്? ഇറ്റ് വിൽ നോട്ട് ഒബേ ഹൂക്സ് ലോ കംപ്ലീറ്റ്ലി എന്ന് കൃത്യമായിട്ട് എഴുതണം. നോട്ട് ഒബേ ഹൂക്സ് ലോ കംപ്ലീറ്റ്ലി. ഇറ്റ് ഒബേസ് ഹൂക്സ് ലോ. ക്ലിയർ? പറഞ്ഞോ, ക്ലിയർ ആണ്. ഇപ്പൊ തന്നെ പഠിച്ചോളാം. സമയം ഒരുപാട് എടുത്തിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നത്തേക്ക് വെക്കരുത്. സംശയമൊക്കെ ഇപ്പൊ ചോദിച്ച് അത് പക്കയാക്കി ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോളൂ. അത്ര സമയം എടുത്ത് നമ്മൾ പഠിക്കും. ഓക്കെ, അടുത്ത പറയട്ടെ. ഓക്കെ, കേട്ടോ ഇവിടെ ബി. അതുപോലെ കേട്ടോ, ബി ആണ് അടുത്ത പോയിന്റ്. ഈ ബിയുടെ നേരെ നമ്മൾ ഇങ്ങനെ വരച്ചാൽ നമുക്കൊരു സ്ട്രെസ്, ഇവിടെ ഒരു വാല്യൂ കിട്ടും. ഇത് എന്തിനെ കാണിക്കുന്നു അഭിജിത്ത് കരീമെ? ഈ വാല്യൂ എന്തിനെ കാണിക്കുന്നതാണ്? ഇവിടുത്തെ വാല്യൂ എന്താണ് സാധനം? ഇവിടെ വരുന്ന വാല്യൂ ഈ ബിയുടെ ഈൽഡ് പോയിന്റിന് നേരെ ഇവിടെ ഒരു വാല്യൂ ഉണ്ട്. ഇത് എന്തിനെ കാണിക്കുന്നതാണ്? അതല്ല, ഇത് എന്തിനെ കാണിക്കുന്നു? ഈ 1, 2, 3 ഇങ്ങനെ 11 എന്തിനാ കാണിക്കുന്നത്? ഇവിടുത്തെ എന്തിനാ കാണിക്കണേ? അല്ലല്ലോ, വാക്കുണ്ടല്ലോ കൃത്യം. അത് ശരിയാണ്. വാക്കെന്താ നമ്മൾ ഉപയോഗിച്ചേക്കണേ? ആരോണ്ട് എന്ത് വാക്കാ നമ്മൾ ഉപയോഗിച്ചാണ്? അത് എന്തിനെ കാണിക്കുന്നു? അവിടത്തെ എത്തണില്ല എന്ന് അനന്തു രാജേഷ് പറഞ്ഞേ. എന്തിനെ കാണിക്കുന്നു അവിടുത്തെ? നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ്സിനെ കാണിക്കുന്നു. അപ്പൊ ഇതെന്തിനാ പോവാതെ ഇതെന്തിന്റെ ഈ വാല്യൂ, ഈ കറക്റ്റ് ഈ വാല്യൂ ഇത് എന്തായിരിക്കും കാണിക്കുന്നത്? പോവാതെ മനസ്സിലായില്ലേ? എന്ത് സ്ട്രെസ്സിന്റെ മാക്സിമം? ഇനി വേൾഡിലേക്ക് സ്ട്രെസ് കൊടുക്കാൻ പാടില്ലേ? ഇവിടെ ഒന്നും കൊടുക്കാൻ പാടില്ല.
ഹൂക്സ് ലോ ഉപയോഗിച്ച് അവിടെ വരെ എ മുതലാണ് ബി വരെയാണ്. പറ എന്തിനെ കാണിക്കുമോ? ക്ലിയർ അല്ല ഒന്ന് പറഞ്ഞ റിസ്വിനെ എന്തിനെ കാണിക്കുക? റിസ്വിനെ ഈ വാല്യൂ എന്തിനെ കാണിക്കുക? അതെന്റെ ചോദിച്ചു. ഇത് എന്തിനെ കാണിക്കുന്നത്? സ്ട്രെസ്സിനെ കാണിക്കുന്നത്. എപ്പോ ഉള്ള സ്ട്രെസ്, എന്തിനുള്ള സ്ട്രെസ് കൃത്യമാക്കുക. പറ, ഉറക്കം പറ, കേൾക്കണില്ല, ക്ലിയർ ആയിട്ട് ഉറക്കം പറ. ബി എന്ന് പറഞ്ഞ എന്ത് പോയിന്റാ? ബിയുടെ പേര് പറ. ഈൽഡ് പോയിന്റ് വരാനുള്ള, ഈൽഡ് പോയിന്റ് എത്താൻ നമ്മൾ അപ്ലൈ ചെയ്ത സ്ട്രെസ്. ഓക്കെ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം, ക്ലിയർ ആയിട്ട് തരാം. ഈൽഡ് പോയിന്റ് വരാനുള്ള നമ്മൾ അപ്ലൈ ചെയ്ത സ്ട്രെസ്. ഇത് ഇത്രയുടെ ക്ലാരിറ്റി ചോദിക്കട്ടെ. ഈൽഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഒന്ന് പറഞ്ഞേ മറ്റേ ജമീലത്തെ, ഈൽഡ് പോയിന്റ് എന്താ സാധനം? ഇലാസ്റ്റിസിറ്റി കാണിക്കുന്ന മാക്സിമം പോയിന്റ് ആണ് ഈൽഡ് പോയിന്റ്. അത് വരാനുള്ള സ്ട്രെസ് ആണ് അവിടെ കാണിച്ചത്. അപ്പൊ നന്ദന ബിജു ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ വരച്ചിരിക്കുന്ന ഈ വാല്യൂവിനെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്, ഈ വാല്യൂ എന്താന്ന് ചോദിച്ചാൽ എന്ത് പറയും? ദിസ് ഈസ് ദ സ്ട്രെസ്. എന്ത്, എപ്പോഴത്തെ, എങ്ങനെയാന്ന് പറയും? കുറച്ചൊന്ന് ക്ലാരിറ്റി പറഞ്ഞു. ഈൽഡ് പോയിന്റിന്റെ ഡെഫിനിഷനും അതോടെ കണക്ട് ചെയ്ത് പറഞ്ഞേ. ആ വാല്യൂ എന്തിനെ കാണിക്കുന്നു? ഇറ്റ് ഈസ് ദ മാക്സിമം എലാസ്റ്റിസിറ്റി കാണിക്കും. മാക്സിമം എലാസ്റ്റിസിറ്റി വരുമ്പോഴുള്ള മാക്സിമം എലാസ്റ്റിസിറ്റി കാണിക്കുന്നതിന്റെ, അല്ലെങ്കിൽ എലാസ്റ്റിസിറ്റി കാണിക്കുന്നതിന്റെ മാക്സിമം എന്ത് വാല്യൂ? ഇത് മാക്സിമം എന്താണ്? ഇത് കണക്ട് ആയിട്ടില്ല, പക്കയായിട്ടില്ല. ഒന്ന് പറഞ്ഞ അലീസ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ് പരീക്ഷയ്ക്ക്. ഒന്ന് പറഞ്ഞ അലീസ, കേൾക്കുന്നില്ല, പക്ഷേ കട്ടാവുള്ളൂ. കേൾക്കുന്നില്ല, റേഞ്ചിന്റെ പ്രശ്നപ്പെടും. ദേവിക പറഞ്ഞ, ദേവിക എന്താണ് ആ പോയിന്റ്? പറഞ്ഞേ. മെറ്റീരിയൽ മാക്സിമം ഇലാസ്റ്റിസിറ്റി കാണിക്കുന്ന പോയിന്റ്. കാണിക്കുന്ന എന്ത്? അതെന്താ സാധനം? ആ വാല്യൂ എന്താണ്? അതിന്റെ സ്ട്രെസ്. അതിന്റെ സ്ട്രെസ് ആണ്. അങ്ങനെ പറ, അങ്ങനെ ക്ലിയർ പറ. അപ്പൊ ഈ പോയിന്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും? ഈ പോയിന്റ് എന്ന് വെച്ചാൽ ഇത് സ്ട്രെസ് ആണ്, മാക്സിമം സ്ട്രെസ് ആണ്. എന്ത്? ഒരു മെറ്റീരിയൽ നമുക്ക് കൊടുക്കാവുന്നത്, അതിന്റെ എലാസ്റ്റിസിറ്റി നഷ്ടപ്പെടാതെ, കേട്ടോ ഞാൻ പറഞ്ഞ വളരെ ശ്രദ്ധിച്ചു, എലാസ്റ്റിസിറ്റി നഷ്ടപ്പെടാതെ, അതായത് അവൻ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നതിൽ നമുക്ക് കൊടുക്കാവുന്ന മാക്സിമം സ്ട്രെസ്. അതിന്റെ മുകളിലെങ്ങാനും നമ്മൾ സ്ട്രെസ് കൊടുത്താൽ അവൻ പെർമനന്റ് സെറ്റ് ആയി പോകും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ഒരു വാല്യൂ ഇല്ലേ? നിങ്ങൾ ഓർത്ത് നോക്കി. അതെ, നമ്മൾ റബ്ബർ ബാൻഡ് എടുത്തു, കേട്ടോ, നമ്മൾ റബ്ബർ ബാൻഡ് എടുത്തു. ഈ റബ്ബർ ബാൻഡിന് നമുക്ക് കൊടുക്കാവുന്ന വാല്യൂ ഉണ്ട്. ആ വാല്യൂയുടെ മുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ വലിപ്പം കൂടിപ്പോവും, പെർമനന്റ് സെറ്റ് ആയി പോകും. അപ്പൊ നമുക്ക് ഓരോന്നിനും ഓരോ വാല്യൂ ഉണ്ട്. ഇപ്പൊ ലിഫ്റ്റിന് ഒരു വാല്യൂ ഉണ്ട്. അതിന്റെ റോപ്പിന്റെ നീളം കൂടിപ്പോരുത്, റോപ്പിന്റെ നീളത്തിലേക്ക് അത് നിൽക്കണം അവിടെ. അപ്പൊ അതാണ് അവിടം വരെ സ്ട്രെസ് കൊടുക്കാവൂ. അതിൽ കൂടുതൽ ആളുകൾ കയറിയാൽ റോപ്പിന്റെ നീളം പെർമനന്റ് ആയിട്ട് സെറ്റ് ആയി, നീ കൂടിപ്പോവും. അപ്പൊ കണക്കൊക്കെ തെറ്റിപ്പോവും, മെഷീനിൽ കയറുന്നതിലൊക്കെ തെറ്റിപ്പോവും. അത് സംഭവിക്കാൻ പാടില്ല. എല്ലാവർക്കും അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പോയിന്റ് പേരാണ്, കേട്ടോളാം, എന്ത് സ്ട്രെങ്ത് എന്നായിരിക്കും അറിയാം? ഈൽഡ് സ്ട്രെങ്ത് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്ന പോയിന്റ്. ഈ പോയിന്റിന്റെ പേരാണ് ഈൽഡ് സ്ട്രെങ്ത്. ഈൽഡ് പോയിന്റും ഒരെണ്ണം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ്സിന്റെ പേരാണ് ഈൽഡ് സ്ട്രെങ്ത്. അത് ലെറ്റർ ഉപയോഗിച്ചിരിക്കുന്ന NCERT ഉപയോഗിച്ചിരിക്കുന്ന സിഗ്മ കണ്ടല്ലേ? സിഗ്മ വൈ എന്ന് ഉദ്ദേശിക്കുന്ന ഈൽഡ്, സിഗ്മ ഉദ്ദേശിക്കുന്ന സ്ട്രെങ്ത്. അപ്പൊ ഈൽഡ് സ്ട്രെങ്ത് എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കും, എന്താണ് ഈ പറയുന്ന സിഗ്മ വൈ? അപ്പൊ നമ്മൾ പറയും സിഗ്മ വൈ എന്ന് വെച്ചാൽ ഈൽഡ് സ്ട്രെങ്ത് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഓർക്കാൻ ഈൽഡ് എന്നുള്ള രണ്ട് വാക്കുണ്ട്. ഈൽഡ് പോയിന്റിലെ സ്ട്രെസ്, അങ്ങനെ തന്നെ ഓർത്തോളൂ. അല്ല കാണാതെ പഠിക്കല്ല ഇത്. ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ട് ഇനിയും കാണാതെ പഠിക്കരുത്. ഈൽഡ് പോയിന്റിലെ നമ്മുടെ സ്ട്രെസ്. അപ്പൊ നമ്മൾ സെന്റൻസ് എന്ത് എഴുതും?
ഒന്ന് പറഞ്ഞേ, സെന്റൻസ് എന്ത് എഴുതണം പറഞ്ഞേ. ഫർസീൻ അബ്ദുൽ, ഫർസീൻ എന്ന് പറഞ്ഞേ എന്ത് എഴുതണം? yield strength is the സ്ട്രെസ് ഓഫ് ഫീൽഡ് പോയിന്റ്. അത് ഒരു ഷോർട്ട് ഫോമാണ്. പരീക്ഷയ്ക്ക് അത് പോരാ, കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പോകണം. നമ്മൾ കൊടുക്കാവുന്ന മാക്സിമം എന്താണ് പറഞ്ഞുതരാം. മാക്സിമം സ്ട്രെസ് ആണ്. ദാറ്റ് ക്യാൻ ബി applied to a material, ഒരു മെറ്റീരിയലിലേക്ക് അപ്ലൈ വിത്തൗട്ട് നഷ്ടപ്പെടാതെ ലോസിങ് ഇറ്റ്സ് എന്ത് നേച്ചർ അല്ലെങ്കിൽ എന്ത് ബിഹേവിയർ. ആരാ പറഞ്ഞു? അതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. ആരാ പറഞ്ഞു? വിത്തൗട്ട് ലോസിങ് ഇറ്റ്സ് അലിയ, വിത്തൗട്ട് ലൂസിങ് ഇറ്റ്സ് ഇലാസ്റ്റിക് ബിഹേവിയർ. ഇങ്ങനെ പഠിച്ചാൽ നമുക്ക് ഇപ്പൊ തന്നെ പഠിച്ചു പോയാൽ നമ്മുടെ മനസ്സിൽ നിൽക്കും. പിന്നെ അത് അല്ല കാണാതെ പഠിച്ചാൽ ഇലാസ്റ്റിക് എന്നുള്ള വാക്ക് വിട്ടുപോകും, സ്ട്രെസ് എന്നുള്ള വാക്ക് വിട്ടുപോകും. അതുകൊണ്ട് ഇത്ര സമയം എടുത്ത് പഠിക്കാൻ പറ്റും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ട ശക്തി പറഞ്ഞു. ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു പോവാതെ എത്ര സ്ട്രെസ് വരെ നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ് yield strength. സ്ട്രെസ് ആണ്, എത്ര സ്ട്രെസ് വരെ നമുക്ക് കൊടുക്കാം. സ്ട്രെയിൻ അല്ലാട്ടോ, എത്ര സ്ട്രെസ് വരെ നമുക്ക് കൊടുക്കാം. പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞ പോലെ പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞേ. ക്ലിയർ ആണ്? സംശയമില്ല? ഓക്കെ, വളരെ സമാധാനത്തോടെ പഠിക്കേണ്ടതാ. ഇനി അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാം. അടുത്തേക്ക് പോവാ, തീർന്നിട്ടില്ല, ഇങ്ങനെ പോകും നമ്മൾ, കേട്ടോ. അതിങ്ങനെ പോയി നമ്മൾ പറയാം അടുത്തത്. ഇവിടെ ഒരു പോയിന്റ്, ഈ ബി കഴിഞ്ഞു, എ ബി, ഇവിടൊക്കെ ഏതെങ്കിലും ഒരു പോയിന്റ്, ഇവിടൊക്കെ ഏതെങ്കിലും പോയിന്റ് എടുക്കാം. ഏത് പോയിന്റ് എടുത്താൽ പോയിന്റ് ഞാൻ സപ്പോസ് സി എന്ന് കൊടുത്തു. സി, ഈ സിയുടെ പ്രത്യേകത, സി ഈ ബിയുടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ പെർമനന്റ് സെറ്റ് ആയിരിക്കും, അത് തിരിച്ചു വരില്ല. ഇങ്ങനെ പോയി എവിടം വരെയാണെന്നറിയോ? ഇവിടെ ലാസ്റ്റ് ഏറ്റവും മുകളിൽ ഇങ്ങനെ വളഞ്ഞ് ഏറ്റവും കൂടുതൽ പൊക്കം വരുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ നിങ്ങൾ ഡി എന്ന് കൊടുക്കും. ഡി ഏറ്റവും കൂടുതൽ പൊക്കം വരുന്ന, വളച്ചിങ്ങനെ വളരെ സ്മൂത്തായി പോയി ഏറ്റവും കൂടുതൽ പൊക്കം വരുന്ന പോയിന്റ്, അതായത് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സിന്റെ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അവിടെ ഡി എന്ന് കൊടുക്കുന്നുണ്ട്. ഡി. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ പിള്ളേരോട്, ബി മുതൽ ഡി വരെ, അതായത് ബിയുടെ അപ്പുറത്തേക്ക് ഇവൻ കാണിക്കുന്നത് എന്ത് ബിഹേവിയർ ആയിരിക്കും? എലാസ്റ്റിക് ബിഹേവിയർ ആയിരിക്കും, പ്ലാസ്റ്റിക് ബിഹേവിയർ ആയിരിക്കും? ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ബി മുതൽ ഡി വരെ ഇവന്റെ ബിഹേവിയർ, അതൊക്കെ ചിലപ്പോൾ ഈ 1 മാർക്ക് ഒക്കെ ചോദിക്കണം. ബി മുതൽ ഡി വരെ ഇവന്റെ ബിഹേവിയർ എന്ത് ബിഹേവിയർ ആയിരിക്കും? എന്ത് നേച്ചർ ആയിരിക്കും? ഇലാസ്റ്റിക് നേച്ചർ ആയിരിക്കും, പ്ലാസ്റ്റിക് നേച്ചർ ആയിരിക്കും? എല്ലാവർക്കും പറയാം. അഫ്ലാബിബെ എന്ന് പറഞ്ഞേ, ഇലാസ്റ്റിക് നേച്ചർ ആയിരിക്കും, പ്ലാസ്റ്റിക് നേച്ചർ ആയിരിക്കും? പ്ലാസ്റ്റിക് നേച്ചർ ആയിരിക്കും. അപ്പോ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഫിദ ഷാഫി പറഞ്ഞേ, പ്ലാസ്റ്റിക് നേച്ചർ ആണെങ്കിൽ അവന് എന്താ സംഭവിക്കുന്നത്? ഒരു വാക്കുകൾ പഠിച്ചില്ല. ബിയുടെ മുകളിലേക്ക് വന്നാൽ അവന് എന്ത് സംഭവിക്കും? പ്ലാസ്റ്റിക് നേച്ചർ എന്ന് വെച്ചാൽ അപ്പൊ അതിന് വാക്കെന്താ മോളെ പറഞ്ഞേ? എന്ത് സെറ്റ്? പെർമനന്റ് ആയിട്ട് സെറ്റ് ആയിരിക്കും. അതാണ് ഇന്നലെ ഞാൻ പഠിപ്പിച്ചത്. പ്ലാസ്റ്റിക് സ്വഭാവം, പെർമനന്റ്, ക്ലേ, മഡ്. അതേപോലെ റബ്ബർ ബാൻഡ് എന്തായിരിക്കും? നമ്മൾ കുറെ റബ്ബർ ബാൻഡ് നല്ലൊരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ ഉണ്ട്. നിങ്ങൾ മെറ്റലിക്ക് കണ്ടെന്നൊന്നും അറിയില്ല. നമുക്ക് ഗോൾഡോ അല്ലെങ്കിൽ ചില വളകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചില വളകളൊക്കെ അങ്ങനെയല്ലേ? ഞാൻ വളകൾ പറഞ്ഞ പെൺകുട്ടികൾക്ക് കുറെ പെട്ടെന്ന് മനസ്സിലാവും, ആൺകുട്ടികൾക്ക് മനസ്സിലാവും. നമ്മൾ ഈ മറ്റേ റോൾഡ് ഗോൾഡിന്റെ വളകൾക്ക്, അല്ലെ വെറുതെ മെറ്റലിന്റെ വളകൾക്ക് പിള്ളേർ ഉപയോഗിക്കും. കമ്മല്, മെറ്റൽ, കനം കുറഞ്ഞ മെറ്റൽ, അത് കണ്ടാൽ നല്ല ഷേപ്പാണ്, റൈറ്റ്? ചെറിയ ഫോഴ്സ്, ചെറിയ സ്ട്രെസ് ഒന്നും കൊടുത്താൽ അവൻ അനങ്ങില്ല, ഒരു പ്രശ്നമില്ല, അവൻ അങ്ങനെ നിൽക്കും. അവൻ നല്ല എലാസ്റ്റിക് ആണെന്ന് കേട്ടാൽ അങ്ങനെ നിൽക്കും. നമ്മൾ അത്യാവശ്യം നല്ല സ്ട്രെസ് കൊടുത്തു അവൻ വളഞ്ഞു പോകും. വളഞ്ഞാൽ അങ്ങനെ തന്നെ ആയിരിക്കും, അല്ലെ? കണ്ടില്ലേ? വളഞ്ഞാൽ ആ വളഞ്ഞിരിക്കും. അത് പെർമനന്റ് സെറ്റ് ആണ്. അതുവരെ ഒരു പ്രശ്നമില്ല, നല്ല റൗണ്ടിൽ തന്നെ നിൽക്കും. പിന്നെ മുകളിലേക്ക് നമ്മൾ കൊടുത്തു പർട്ടിക്കുലർ വാല്യൂടെ മുകളിലേക്ക് വളഞ്ഞു പോകും. വളഞ്ഞാൽ പെർമനന്റ് സെറ്റ്. അപ്പൊ ബിയുടെ മുകളിലേക്ക് പോകണം അതിന്റെ പ്രശ്നം. ബിയുടെ മുകളിലേക്ക് പോയാൽ വളഞ്ഞ് വേറെ പോലേക്ക് പോകും. അപ്പൊ ബിയുടെ മുകളിലേക്ക് മൊത്തം അവൻ എന്ത് സ്വഭാവം കാണിക്കുന്നത്? പ്ലാസ്റ്റിക് നേച്ചർ ആണ്. എബവ് ബി പ്ലാസ്റ്റിക് സ്വഭാവം. ബി മുതൽ ഡി വരെ എന്നൊക്കെ നമുക്ക് പറയാം പ്ലാസ്റ്റിക് സ്വഭാവം. ഓക്കെ, അവൻ എന്താ അവിടെ
പെർമനന്റ് സെറ്റ് ആവും. ചോദ്യം പരീക്ഷയ്ക്ക് എങ്ങനെയാ? ഇതൊന്നും നിങ്ങൾ ചോദിക്കൂല. വാട്ട് ഈസ് ബി ഡി എന്നൊന്നുമല്ല ചോദിക്കുന്നത്. അത് വളഞ്ഞ് തിരിച്ചിക്കാ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ കൃത്യം ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലാക്കും. ഇനി കേട്ടോ, ഇതെന്താ സാധനം ഞാൻ പറഞ്ഞത്? ഈ ഡി എന്താന്നുള്ളത്, ഡി ആണ് പ്രത്യേകം എന്താ പറയുന്നത് നോക്കി. ഡി വരെ നമ്മൾ ഇങ്ങനെ സ്ട്രെസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. നോക്കി, ഡി വരെ നമ്മൾ മാക്സിമം സ്ട്രെസ് കൊടുക്കണം. പിന്നെ സ്ട്രെസ് കൂട്ടറില്ല. പിന്നെ അതേ നോക്കി അത് ഇങ്ങോട്ട് താഴത്തേക്കാണ് പോകുന്നത്. കണ്ടാ അതിന്റെ സ്ട്രെസ് പിന്നെ നമുക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ കൊടുക്കാവുന്ന മാക്സിമം കൊടുത്തു. പിന്നെ അവൻ പൊട്ടാൻ പോവാണ്. അതായത് നിങ്ങൾ ആ റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിച്ചു പിടിച്ചപ്പോൾ റബ്ബർ ബാൻഡ് മാക്സിമം വലിച്ചു പിടിച്ച് മാക്സിമം എല്ലാവരും എടുത്ത് മാക്സിമം വലിച്ചു പിടിച്ച് പൊട്ടരുത്. പൊട്ടാതെ വലിച്ചു പിടിച്ച് ലാസ്റ്റ് സ്റ്റേജ് വലിച്ചു പിടിച്ച് കാണട്ടെ. റൈമല്ലേ കാണട്ടെ. ഞാൻ വലിച്ചു പിടിച്ച മാക്സിമം പൊട്ടരുത്. ആ റൈറ്റ്. ഇതാണ് അവസ്ഥ. ഏതാണെന്ന് പറയാ പോയിന്റ്? ഇതാണ് ഡി എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ ആനന്ദ് പി എം എന്ന് പറഞ്ഞേ. അപ്പൊ ഡി എന്ന് പറഞ്ഞ പോയിന്റിന്റെ എന്ത് നമുക്ക് ഡിഫൈൻ ചെയ്യാം? ഡി എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാം? എന്ത് പോയിന്റ് ആയിരിക്കും അത്? പേര് പറയണ്ട. ആ ഡി എന്ന് പറഞ്ഞ പോയിന്റ് പ്രത്യേകത എന്താണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ്. ഡി എന്ന് പറഞ്ഞ പോയിന്റിന്റെ പ്രത്യേകത, ആ പോയിന്റിന്റെ പ്രത്യേകത അവിടെയാണ് പ്ലാസ്റ്റിക് നേച്ചറാണ്. അത് ബി മുതൽ മുകളിലേക്ക് മൊത്തം പ്ലാസ്റ്റിക് നേച്ചറാണ്. നമ്മൾ നോക്കിയ നീ ഞാനിങ്ങനെ വലിച്ചു പിടിച്ചു. ഇനിയിപ്പോ ഇതിന്റെ അർത്ഥം എന്താ? ഇനി ഇത് നീളുവോ? ഇനി നീളുവോ? അത് ഇനി നീളില്ല. നീളാവുന്നതിന്റെ മാക്സിമം നീണ്ടു കഴിഞ്ഞു. അപ്പൊ ഈ പോയിന്റ് എന്താ? ഈ പോയിന്റ് പ്രത്യേകത ഇത് നീളാവുന്നതിന്റെ ഇത് നീളുക എന്ന് പറഞ്ഞാൽ ഏത് വാക്ക് നമ്മൾ ഉപയോഗിച്ചാക്കണേ? ആനന്ദ് പി എം എന്ത് വാക്ക് നമ്മൾ ഉപയോഗിച്ച? സ്ട്രെസ് ആണോ? നീളുക എന്ന് ഉദ്ദേശിച്ചത്. നീളുക, നീണ്ടുകൊണ്ടിരിക്കുക, വലിപ്പം കൂടിക്കൊണ്ടിരിക്കുക. അതേതാ വാക്ക്? ചേഞ്ച് ഇൻ ഡയമെൻഷൻ. ഏതാ വാക്ക്? ചേഞ്ച് ഇൻ ഡയമെൻഷൻ. സ്ട്രെയിൻ. കൃത്യമല്ല, നീ ഷാർപ്പല്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആ ഷാർപ്പ്നെസ് നിന്റെ കുറഞ്ഞിട്ടുണ്ട്. ആദ്യം അങ്ങനെയല്ല കേൾക്കൂ. ഷാർപ്പല്ല, സ്ട്രെയിൻ സംഭവിക്കുന്ന ചേഞ്ച് കണ്ടാ. അപ്പൊ ഇത് ചേഞ്ച് സംഭവിക്കാവുന്ന മാക്സിമം എത്തിക്കഴിഞ്ഞു. ഇനി സംഭവിക്കൂല, ഇനി നീളൂല. അത് ആ പോയിന്റിന്റെ പ്രത്യേകത. അപ്പൊ ഡി എന്ന് പറഞ്ഞാൽ എന്ത് പോയിന്റ് ആണെന്ന് പറയാന്നറിയോ? ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഇനി അത് നീളൂല, ലെങ്ത് കൂടൂല. ലെങ്ത് കൂടണേലും ഞാനൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ലെങ്ത് കൂടുക. രണ്ട് ടൈപ്പ് സ്ട്രെസ്സിൽ പഠിപ്പിച്ചപ്പോൾ രണ്ട് ടൈപ്പ് സ്ട്രെസ് ഉണ്ട് ഞാൻ പഠിപ്പിച്ചു. ഒന്ന് ലെങ്ത് കൂടണത്, ഒന്ന് ലെങ്ത് കുറയണത്. ആരാ പറഞ്ഞ വാക്ക്? ആമിന അബ്ദുൽ റഷീദ് പറ. എന്താ വാക്ക്? ടെൻസൈൽ. കണ്ടാ. അപ്പൊ ഈ പോയിന്റ് എന്താണെന്നറിയോ? ടെൻസൈൽ നീളുക. ഇനി നീളില്ല, മാക്സിമം നീണ്ടു കഴിഞ്ഞു. അപ്പൊ നമ്മൾ പറയും ഈ പോയിന്റിന്റെ പേരാണ് അൾട്ടിമേറ്റ്. വലിയാവുന്നതിന്റെ മാക്സിമം ടെൻസൈൽ പോയിന്റ് ആണ്. അങ്ങനെ നമ്മൾ പഠിക്കണം. വലിയാവുന്നതിന്റെ മാക്സിമം വലിയുന്ന ഒരു പോയിന്റ്. ഇനി വലിയില്ല, ഇനി റബ്ബർ ബാൻഡ് നീളൂല. അതാണ് ടെൻസൈൽ എന്നുള്ള വാക്ക് ഞാൻ അവിടെ ഞാനല്ല പുസ്തകത്തിൽ ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ സയന്റിസ്റ്റുകൾ ഉപയോഗിച്ചാണ്. ടെൻസൈലിന്റെ അർത്ഥം എന്താ നമുക്ക് അപ്പൊ അവിടെ എഴുതി വെക്കാൻ അറിയില്ലെങ്കിൽ പണ്ട് നമ്മൾ പഠിച്ചതാട്ടോ, കണക്ഷൻ ഇന്നലെ പഠിച്ചതാട്ടോ, ഇൻക്രീസ് ലെങ്ത്. അപ്പൊ ഇനി അത് ഇൻക്രീസ് ലെങ്ത് ഇല്ല. അൾട്ടിമേറ്റ് ടെൻസൈൽ പോയിന്റ് ആണ് ഡി എന്ന് പറയുന്നത്. ഇവിടെ എഴുതി വെക്കണല്ലോ. അത് ഡി എന്ന് പറഞ്ഞ പോയിന്റിന്റെ പേര് അൾട്ടിമേറ്റ്. ഇതെല്ലാം നിങ്ങൾ എഴുതണം. ഞാൻ എഴുതിയ മാത്രമല്ല, ഞാൻ വളരെ ചുരുക്കം എഴുതിയിട്ടുണ്ടാവുള്ളൂ. അൾട്ടിമേറ്റ് ടെൻസൈൽ പോയിന്റ് എന്നാണ് അവന്റെ പേര്. അതിന്റെ എന്തെന്നാ എഴുതിയതിന്റെ ബാക്കി? മുഹമ്മദ് അൽഫാസെ എന്തെന്നാ എഴുതിയ? അവൻ എന്താണ് ഐറ്റം? മുഹമ്മദ് അൽഫാസെ എന്താണ് അൾട്ടിമേറ്റ് ടെൻസൈൽ പോയിന്റ്? എന്തെന്നാ എഴുതിയേ? ഡി. ശരി, അത് എന്താ ഐറ്റം എന്ന് നീ എഴുതിയേ? എന്തെന്നാ എഴുതാൻ പോണേ? നമ്മുടെ ഭാഷയിൽ എന്താ എഴുതാൻ പോണേ? ഇംഗ്ലീഷിൽ എന്തെന്നല്ലടാ, ശ്രദ്ധിക്കണല്ലോ. പയ്യനെ പറഞ്ഞേ. അക്മൽ അബ്ദുള്ള എന്ത് നമ്മൾ എഴുതാൻ പോണേ? എന്താ എഴുതിയ നീ? ഇത് ചോദിച്ചോട്ടെ അൽഫാസെ. അതാ ഞാൻ നിന്നോട് ചോദിച്ചത്. നീ എന്നോട് ചോദിക്കേണ്ട ചോദ്യം സാറേ എന്തെന്നാ എഴുതണ്ടേ, എനിക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്ന് നീ എന്നോട് ചോദിക്കേണ്ടത്. പറഞ്ഞേ അക്മലെ. അക്മൽ അബ്ദുള്ള എന്ത് എഴുതണം?
അതാണ് ഈ പ്രശ്നം. പകുതി പേരുടെ പ്രശ്നങ്ങൾ അതാണ്. സൻഷാദ് പറ, പകുതി പേരുടെ പ്രശ്നങ്ങൾ അതാണ്. പകുതി അവിടെ കേൾക്കും, പകുതി ഇവിടെ കേൾക്കും, പകുതി അപ്പുറം നോക്കും, എന്നിട്ട് എന്താ പറയേണ്ടത് അറിയില്ല. പറ സൻഷാദ്, എങ്ങനെ? അൾട്ടിമേറ്റ് ടെൻസൈൽ പോയിന്റ് എന്താണ്? സോനു പറഞ്ഞേ. ഒന്നുമില്ല, ഒരു മിനിറ്റ് പറഞ്ഞടാ, എന്താണ് പറഞ്ഞേ? കേട്ടില്ല. സൻഷാദ് പറഞ്ഞേ. മാക്സിമം എത്രത്തോളം നീളും, മാക്സിമം നീട്ടം എത്ര വരും, അതാണ്. ഇനി അതിന്റെ മുകളിലേക്ക് നീളാൻ പറ്റില്ല. മാക്സിമം ഇൻക്രീസ് ഇൻ ലെങ്ത്, അങ്ങനെ പറഞ്ഞാൽ മതി. മാക്സിമം ഇൻക്രീസ് ഇൻ ലെങ്തോ അല്ലെങ്കിൽ സ്ട്രെയിനോ, അതിൽ കൂടുതൽ സ്ട്രെയിൻ പറയണ്ട. മാക്സിമം ഇൻക്രീസ് ഇൻ ലെങ്ത് എത്ര വരെ കൂടാം, അതാണ് അൾട്ടിമേറ്റ് ടെൻസൈൽ. പറഞ്ഞു അത് പറയാം. സ്ട്രെസ് ഞാൻ പറയാം. സ്ട്രെസ് എന്ന് പറയുന്ന വ്യത്യാസമാണ് ദുൽഫുക്കർ, കേട്ടോ. സ്ട്രെസ് നമ്മൾ പുറത്തു കൊടുക്കണം, നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം, എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഓക്കെ, പക്ഷെ ഇവൻ നമ്മൾ എത്ര കൊടുത്താലും ഇവൻ എന്തോരം നീളണം എന്ന് ഈ മെറ്റീരിയലാണ് തീരുമാനിക്കുന്നത്. അപ്പൊ മെറ്റീരിയലിന്റെ ഒരു നീളാവുന്നതിന്റെ മാക്സിമം ഉണ്ട്. നമുക്ക് സ്ട്രെസ് എത്ര വേണമെങ്കിലും കൊടുത്തോണ്ടിരിക്കാം, 100, 200, 300, 400, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവന് സംഭവിക്കുന്ന മാറ്റം, അതെ മാക്സിമം സ്ട്രെയിൻ ആണ്. ഈ സ്ട്രെയിൻ ഞാൻ എഴുതാൻ ഇതിന് കാരണം ഞാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇത് നമ്മൾ എത്ര വരെ അവന് ലെങ്ത് കൂടാം, ഷേപ്പ് സൈസ് കൂടാം എന്നുള്ളതിന് ഒരു പരിധിയുണ്ട്. ബലൂൺ ഇങ്ങനെ വീർത്ത് വരില്ലേ? വീർത്ത് വന്ന ബലൂൺ നമുക്ക് മനസ്സിലാവും. ബലൂണ് വീർത്ത് ഇങ്ങനെ നിൽക്കും, പിന്നെ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇതിന്റെ മുകളിലേക്ക് ഇവൻ പൊട്ടും, ഇനി നീണ്ടാൽ പൊട്ടും എന്നുള്ള അവസ്ഥ. അൾട്ടിമേറ്റ് ടെൻസൈൽ പോയിന്റ്. ഇനി അപ്പോ എന്റെ ചോദ്യം കേട്ടോ, ഒരു ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് വാക്ക് ഇതാണ്. ഈ വാല്യൂ എന്താണ്? ഈ വാല്യൂ ഇതെന്താണ്? ആരാ പറഞ്ഞു? നേരത്തെ പറഞ്ഞവരൊന്ന് പറഞ്ഞു. ഉസ്മാൻ റിയാസ് മൊബൈലിലേക്ക് നേരെ ആദ്യം കൂട്ടി വ്യക്തി റെഡിയാക്കി. ഇടയ്ക്ക് ഇതിന്റെ പുറം നിന്ന് നിങ്ങൾ പകുതി കേൾക്കൂല പോലെ, നിങ്ങൾ കേൾക്കൂല, ചോദിക്കൂല, ടോപ്പിക്കിനൊക്കെ മാറി വേറെ കുറെ ക്വസ്റ്റ്യൻ ആൻസർ കേൾക്കുന്ന അവസ്ഥയുണ്ട്. അതിനൊക്കെയാണ് റിസ്വാനൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒക്കെ മാറ്റരുത്. ആ ശരി, ആരാ പറഞ്ഞേ? എന്തായിരിക്കും ഈ പോയിന്റ്? ആരാ പറഞ്ഞേ? ഹാൻഡ് കാണട്ടെ. ശരി, എന്തായിരിക്കും പോയിന്റ്? ഒന്ന് പറഞ്ഞേ ന്യൂസ്ര എന്തായിരിക്കും ആ പോയിന്റ്? ആ പോയിന്റ് എന്തായിരിക്കും? ആ പോയിന്റ് എന്താന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. It is the point where the maximum increase in length. It is the point where the maximum increase in length. Maximum increase in length അത് നമ്മൾ ടെൻസൈൽ പോയിന്റ് തന്നെ പറഞ്ഞു. ഇതെന്തായിരിക്കും ഇവിടെ ഈ കാണുന്നത്? ഇവിടെയാണ്. ഇതെന്താ നമുക്ക് പറയാൻ പറ്റും? ഇത് മാക്സിമം ഇൻക്രീസ് ഇൻ ലെങ്ത് ഉണ്ടാവുന്ന പോയിന്റ് ആണ്. ശരി, ഇതെന്തായിരിക്കും ഇവിടെ? ആരാ പറഞ്ഞത്? ആമിന കേക്കട്ടെ. ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയാം. അബ്സല്യൂട്ട്ലി കണ്ടോ, നല്ല കണക്ഷൻ, കൃത്യ. കാരണം ഇത് ഈൽഡ് പോയിന്റ് ആയിരുന്നു, അപ്പൊ ഇത് ഈൽഡ് സ്ട്രെങ്ത് ആയി. ഇത് അൾട്ടിമേറ്റ് ടെൻസൈൽ പോയിന്റ് ആണ്, അപ്പൊ ഇതെന്താവും? അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയാം. ആ വാക്ക് ഞാൻ ഉദ്ദേശിച്ചിട്ടായിരുന്നില്ല, പക്ഷെ അവന് കൃത്യവാക്കാ പറഞ്ഞത്. അപ്പൊ ഇതിന് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കുന്നത് വാക്ക് സിഗ്മ യു എന്ന് കൊടുക്കും. സിഗ്മ യു എന്നാ കൊടുക്കുന്നത്. സിഗ്മ യു. അപ്പൊ എന്താണ്? അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. ഇത് ഈൽഡ് പോയിന്റ്, ഈൽഡ് സ്ട്രെങ്ത്. ഇത് അൾട്ടിമേറ്റ് ടെൻസൈൽ പോയിന്റ്, ഇത് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. അപ്പൊ നമുക്ക് അടുത്ത വാക്കുകൂടെ കിട്ടി. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അടുത്ത വാക്കുകൂടെ കിട്ടി നമുക്ക്. സിഗ്മ യു ആരാണ്? അങ്ങനെ നമ്മൾ പഠിക്കാവുള്ളൂ, അല്ലെ? വെറുതെ കുറെ ക്വസ്റ്റ്യൻസ് പഠിക്കരുത്. അൾട്ടിമേറ്റ്
ടെൻസൈൽ സ്ട്രെങ്ത് എന്നാണ് അവന്റെ പേര്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഇവൻ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? എന്താണ് ഇവൻ എന്ന് ഡിഫൈൻ ചെയ്ത് ചോദിച്ചാൽ എന്ത് പറയും? ആര് പറയും? പണ്ട് ആര് പറയും? കുറെ പിള്ളേര് റെഡി ആയിട്ടുണ്ട്. എന്ത് പറയും? ഒന്ന് പറയും. ആര് പറയും? എന്ത് പറയും? ഒന്ന് പറഞ്ഞു. ഫ്രണ്ട്സാ, ഞാൻ ചോദിക്കട്ടെ, ഫ്രണ്ട്സാ, കൈ പൊക്കാത്തവരോട് ചോദിക്കണല്ലോ. ഫ്രണ്ട്സാ, ഈ എന്തായിരിക്കും ഈ സാധനം? എങ്ങനെ ഡിഫൈൻ ചെയ്യും? മറ്റത് ഡിഫൈൻ ചെയ്ത് പറയുമ്പോൾ നോക്കി, അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്തായിരിക്കും? അതെ, എങ്ങനെയാണ് മനസ്സിലായില്ല? ഈൽഡ് സ്ട്രെങ്ത് നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? അതുപോലെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു. ധൃതി കൂട്ടണ്ട, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഈൽഡ് സ്ട്രെങ്ത് പോലെ അൾട്ടിമേറ്റ് ടെൻസൈൽ ആദ്യം മനസ്സിലൊന്ന് ആലോചിക്കും, ഇത് എന്നാ സാധനം, എന്നിട്ട് കണക്ട് ചെയ്താൽ മതി. എലാസ്റ്റിസിറ്റി വിട്ടു. ബി മുതൽ അപ്പുറത്തേക്ക് എലാസ്റ്റിസിറ്റി നമ്മൾ അങ്ങോട്ട് വിട്ടു. പിന്നെ എലാസ്റ്റിസിറ്റി ഇല്ല. അത് ബി വരെ. ബിയുടെ അപ്പുറത്തേക്ക് എലാസ്റ്റിസിറ്റിയെ കുറിച്ച് നമ്മൾ ഇനി പറയണില്ല. ഡി എന്ന് പറയുന്നത് എന്താണ്? അത് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഒന്നുകൂടെ കണക്ട് ചെയ്ത് ശരിക്കും ശ്രദ്ധിക്കുക. എന്ന് പറയാം, ഭീമാ പറയാം, കേൾക്കട്ടെ. ആദ്യം മലയാളത്തിൽ നമ്മൾ പറഞ്ഞു, എന്നിട്ട് നമുക്ക് കാണിച്ചു. ഭീമ പറയും. അൾട്ടിമേറ്റ് അതിങ്ങനെയാണ്. ഭീമവരെ പറഞ്ഞ പിള്ളേരെല്ലാവരും കേട്ടോ. ദ മാക്സിമം സ്ട്രെസ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു റീച്ച് അൾട്ടിമേറ്റ് ടെൻസൈൽ പോയിന്റ്. അതൊരു മെത്തേഡാണ്. ആ അൾട്ടിമേറ്റ് ടെൻസൈൽ പോയിന്റിനോടെ അത് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്നിട്ടാണ് ക്വസ്റ്റ്യൻ ആൻസർ ആവും. എന്നാലും പരീക്ഷയ്ക്ക് ഇത് മാർക്ക് കിട്ടും. എങ്ങനെ പറയും? അത് ഫാത്തിമ ഷിജു ഒന്ന് പറഞ്ഞു നോക്കി, എങ്ങനെ പറയാം? ഒരു മിനിറ്റ്. മാക്സിമം സ്ട്രെസ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് to a material to reach its maximum length. അതൊരു പോയിന്റ്. To reach its maximum length അല്ലെങ്കിൽ maximum strength. അല്ലെങ്കിൽ നല്ല വാക്യം പറയാം, അത് പൊട്ടരുത്. അത് പൊട്ടരുത്. അതിന്റെ അപ്പുറത്തേക്ക് പൊട്ടും. അത് പൊട്ടരുത്. മാക്സിമം സ്ട്രെസ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു എ മെറ്റീരിയൽ വിത്തൗട്ട് ബ്രേക്കിംഗ്. അതായിട്ടും നല്ല വാക്ക്. വിത്തൗട്ട് ബ്രേക്കിംഗ്. അതായിട്ടും നല്ല വാക്ക്. ഏറ്റവും എളുപ്പമുള്ള വാക്ക്. പൊട്ടാതെ, അവൻ പൊട്ടാതെ എത്ര സ്ട്രെസ് വരെ നമുക്ക് കൊടുക്കാം. മറ്റേതെന്താണ്? വിത്തൗട്ട് ലൂസിങ് ഇറ്റ്സ് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി. ഇതാണല്ലേ വിത്തൗട്ട് ബ്രേക്കിംഗ്. പൊട്ടാതെ നമുക്ക് എത്ര വരെ. അപ്പൊ എക്സാമ്പിൾ പറഞ്ഞ ലിഫ്റ്റില് ആളുകൾ കയറിക്കോട്ടെ, അത് വലിഞ്ഞ് പൊട്ടാത്ത അവസ്ഥ ഉണ്ടാവും. അതുവരെ എത്ര ആൾക്കാർക്ക് കയറാം, എക്സ്ട്രാ സ്ട്രെസ് കൊടുക്കാം. അതാണ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. അതിന്റെ അപ്പുറത്തേക്ക് അവൻ പൊട്ടും. അപ്പൊ റബ്ബർ ബാൻഡ് നമ്മൾ കണ്ടുപിടിച്ചത് അതാണ്. ഇതാണ് അൾട്ടിമേറ്റ് ടെൻസൈൽ. ഇനി ഞാൻ സ്ട്രെസ് കൊടുത്താൽ പൊട്ടും. പറഞ്ഞു. അപ്പൊ അതിവിടെ വരെ വരാം. അത് ഇലാസ്റ്റിക് നേച്ചർ ആഫ്റ്റർ ലൂസിങ് ഇറ്റ്സ് ഇലാസ്റ്റിക് നേച്ചർ എന്ന് പറഞ്ഞാൽ പ്രശ്നമാവും. എന്താന്ന് വെച്ചാൽ അതിന്റെ മുകളിലേക്ക്, ബിയുടെ മുകളിലേക്ക് എല്ലാം വരാം. അങ്ങനെ ബിയുടെ മുകളിലേക്ക് വരുന്ന എല്ലാ കേസും അങ്ങനെയായി പോകും. അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല. ഒരു പ്രശ്നമുണ്ട്. അത് പറയാൻ പറ്റില്ല. ചോദിച്ച ജോലിയാണ്. വിത്തൗട്ട് ആഫ്റ്റർ ബി എലാസ്റ്റിക് പ്രോപ്പർട്ടി കഴിഞ്ഞ ശേഷം അത് പറയാൻ പറ്റില്ല. ഇതായിട്ടും നല്ല വാക്ക്. പൊട്ടാത്തതിന് തൊട്ട് മുമ്പ് വരെ എത്ര അപ്ലൈ ചെയ്യാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റോപ്പിന്
ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, ലിഫ്റ്റിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് നോക്കും, ഇല്ലെങ്കിൽ അപകടം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ ചാടിക്കൂടി എത്ര പേര് കയറാമെന്ന് കാൽക്കുലേറ്റർ ഇത് നോക്കിയിട്ടാ. ഇത് നോക്കും, ബി നോക്കും, ഈൽഡ് പോയിന്റ് നോക്കും, അൾട്ടിമേറ്റ് ടെൻസൈൽ പോയിന്റ് നോക്കും, ഈൽഡ് സ്ട്രെങ്ത് നോക്കും, അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് നോക്കും. ഒരു കാറിന്റെ ഈ മറ്റേ ക്രാഷ് ടെസ്റ്റ് ഒക്കെ നോക്കുന്നു കേട്ടില്ലേ, വണ്ടി ഇടിപ്പിച്ച് നോക്കും. എന്നിട്ട് നോക്കും വണ്ടി പൊളിയുക, അല്ലെങ്കിൽ ആ മെറ്റൽ പൊളിയുക, മെറ്റൽ ചതഞ്ഞു പോവുക, ഇതൊക്കെ ഇത് നോക്കിട്ടാ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് അതിന്റെ നോക്കണേ. വണ്ടി ചെന്ന് ഇടിക്കുമ്പോഴേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിലേക്ക് അടിച്ചു നോക്കിയാൽ ഈ വണ്ടിയുടെ ക്രാഷ് ടെസ്റ്റുകൾ നോക്കും. വണ്ടി ചെന്ന് ഇടിച്ചാൽ, വേറൊരു വണ്ടിയായിട്ട് ഇടിച്ചാൽ, ഒരു മതിൽ ചെന്ന് ഇടിച്ചാൽ അവന്റെ ആ മെറ്റൽ പൊളിയണേന്റെ എത്ര വരെ അവന് താങ്ങാൻ പറ്റും. ചില വണ്ടികളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, VIP കളുടെയൊക്കെ വണ്ടികളിലേക്ക് വന്നു കഴിയുമ്പോൾ അതിനൊക്കെ അങ്ങനെ ഡിസൈൻ ചെയ്യും. ആ മെറ്റീരിയലിന്റെ പ്രത്യേകതയാണ് ചെറിയ സ്ട്രെസ് ഒന്നും അവനൊന്നും സംഭവിക്കില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല, എലാസ്റ്റിക് ആയിട്ട് തന്നെ നിൽക്കും. അതേപോലെ ഇത് എല്ലാ സ്ഥലത്തും മെറ്റലുമായി ബന്ധപ്പെട്ട മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് എല്ലാ സ്ഥലത്തും ആവശ്യമുള്ള വാക്കാണ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. ഇനി ആ സംഭവം പിള്ളേർക്ക് എന്തെങ്കിലും ഇത്രയും പറഞ്ഞതിലുണ്ടോ നോക്കാം. എത്ര പോയിന്റുകളായി? O എയിലേക്ക് എത്തി, B എത്തി, C അതിന്റെ ഇടക്കുള്ള ഒരു പോയിന്റ്, D അതിന്റെ ഇടക്കുള്ള പോയിന്റ്. ഇനി എന്താ പ്രത്യേകത അറിയാമോ? ഇനി നിങ്ങൾ നോക്കി അടുത്ത അതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിന്റെ അപ്പുറത്തേക്ക് പൊട്ടു നമ്മൾ പറഞ്ഞു. ഇതിന്റെ അപ്പുറത്തേക്ക് സ്ട്രെസ് കൊടുത്താൽ പൊട്ടും. ഇതിന്റെ അപ്പുറത്തേക്ക് സ്ട്രെസ് കൊടുത്താൽ പൊട്ടും എന്ന് നമ്മൾ പറഞ്ഞു. ഇതിന്റെ അപ്പുറത്തേക്ക് സ്ട്രെസ് ഇനി നിങ്ങൾ കൊടുത്താൽ, ഇങ്ങോട്ട് കൊടുത്താൽ, ഇവിടെ കൊടുക്കാൻ ശ്രമിച്ചാൽ അപ്പം പൊട്ടും. ഈ രസം അറിയാം, കൊടുത്തില്ലെങ്കിലും പൊട്ടും. അതിന് കൊടുത്തില്ലെങ്കിലും പൊട്ടുക വെച്ചാൽ ഇവിടെ വരെ എത്തി നമ്മൾ. ഇനി അത് തന്നെ, ഇനി അതിന്റെ പ്രത്യേകത അതിന്റെ മുകളിലേക്ക് വന്നാൽ നമ്മളിങ്ങനെ അങ്ങനെ പിടിച്ചോണ്ടിരിക്കുക, കൊടുക്കും, ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. ഇങ്ങനെ ഇതിന്റെ മുകളിലേക്ക് നമ്മൾ കൊടുത്തിട്ടില്ല, അങ്ങനെ തന്നെ പിടിച്ചോണ്ടിരിക്കുക, മാക്സിമത്തിൽ പിടിച്ചോണ്ടിരിക്കുക. കുറച്ചേരം കഴിയുമ്പോൾ പൊട്ടും. മാക്സിമം എത്തിക്കഴിഞ്ഞാൽ റബ്ബർ ബാൻഡിന് കൃത്യം നമുക്ക് പറയാൻ പറ്റില്ല, ചില റബ്ബർ ബാൻഡുകൾ ഒന്നും. പക്ഷെ അതേ വെച്ചിപ്പോ നോക്കിയിട്ട് ഒരു എക്സാമ്പിൾ പറയാം, നോക്കി ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഒരു 100 കിലോയാന്ന് നോക്കിക്കോ, 100 കിലോ വരെ ഇതിന്റെ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് പറ്റും നോക്ക്, ടെൻസൈൽ സ്ട്രെങ്ത് ആണ് നോക്ക്. ആ 100 കിലോ വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ കുറെ നേരം കഴിയുമ്പോൾ അവരെ അവിടെ പൊട്ടി. പിന്നെ 100, 110 ആവുമൊന്നും വേണ്ട, കൂട്ടുമൊന്നും വേണ്ട, പൊട്ടും. അങ്ങനെ പൊട്ടി വേണ്ട, പൊട്ടുന്ന വീണ്ടും നീളം കൂടിയിട്ട് തന്നെ അവിടെ പൊട്ടും. ഈ പോയിന്റ് നമ്മൾ FABCDE എന്ന് വിളിക്കാം, അല്ലെങ്കിൽ F ആണ് സാധാരണ ഉപയോഗിക്കും. F അതിന് കാരണം ഞാൻ പറയാം. അല്ലെങ്കിൽ ഇയോ എഫോ എന്തെങ്കിലും കൊടുത്തോ, ABCDE എന്ന് കൊടുത്തോ, ABCDE. ഈ ഇയുടെ പോയിന്റിന്റെ പേരാണ് ഫ്രാക്ചർ പോയിന്റ്, പൊട്ടുന്ന പോയിന്റ്, ഒടിഞ്ഞു പോകുന്ന പോയിന്റ്. ഈ ഫ്രാക്ചർ പോയിന്റ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരും, ഇത് D മുതൽ E വരെ എന്താ സംഭവിച്ചാണ്? ഞാൻ പറഞ്ഞുതരാം, മനസ്സിലാക്കി തരാം, കേട്ടോ, പറഞ്ഞുതരാം. ഈ ഡിയില് നമ്മൾ മാക്സിമം കിട്ടും. എന്നിട്ട് ഇവൻ പിന്നെ കുറച്ചുകൂടെ വലിഞ്ഞിട്ടാണ് പൊട്ടിയത്. നോക്കിയാൽ നിങ്ങൾ, D വരെ നമ്മൾ മാക്സിമം കൊടുത്തു, എന്നിട്ട് വീണ്ടും അവൻ വലിഞ്ഞു. കണ്ടോ, ഇത്രയും വലിഞ്ഞു, സ്ട്രെയിൻ. നോക്കിയാൽ നിങ്ങൾ മനസ്സിലാവണം, നമുക്ക് ഗ്രാഫ് വെച്ചിട്ട്. ഇതാണ് സ്ട്രെയിൻ. കണ്ടോ, സ്ട്രെയിൻ വീണ്ടും സംഭവിച്ചു, കുറച്ചുകൂടെ നീളം കൂടിയിട്ടാണ് ഇപ്പൊ പൊട്ടിയത്. അപ്പൊ കുറച്ചുകൂടെ നീട്ടിയിട്ട് നമ്മൾ ആ ഫ്രാക്ചർ പോയിന്റ് വരച്ചാൽ, ഫ്രാക്ചർ പോയിന്റ് എന്താണ്? പൊട്ടുന്ന പോയിന്റ്. ഈ അപ്പൊ എന്താണെന്ന് ചെയ്താൽ വേറെ വാക്കൊന്നും എക്സ്പ്ലനേഷൻ അതിന്റെ ആവശ്യമില്ല. ഈ എന്താണ്? ഫ്രാക്ചർ പോയിന്റ് ആണ്. വേറെ മെറ്റീരിയൽ എന്താവും? ബ്രേക്സ്, പൊട്ടും. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് 2 ടൈപ്പ് മിഠായി നമുക്കറിയാം. ഒന്ന് മഞ്ച് എന്ന് പറഞ്ഞിട്ട് മിഠായി നിങ്ങൾക്കറിയാം. പിന്നെ ഉണ്ടാകുന്ന പഴയ മിഠായി 5 സ്റ്റാർ. 2 മിഠായികൾ നിങ്ങൾ കണ്ടോ? മഞ്ച് എന്ന് പറഞ്ഞ മിഠായി കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ കിറ്റ്കാറ്റ്, മഞ്ച് കിറ്റ്കാറ്റ് ഒരു എക്സാമ്പിൾ, കിറ്റ്കാറ്റ്. പിന്നെ ഒരു 5 സ്റ്റാർ ഉള്ള മിഠായി. ഈ 2 മിഠായിയുടെ പരസ്യമൊക്കെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ കഴിച്ചിട്ടാണല്ലോ. നിങ്ങൾ ആ 2 മിഠായി എടുത്തിട്ട് ആദ്യം ഒരു മഞ്ച് എടുത്തിട്ട് അല്ലെങ്കിൽ കിറ്റ്കാറ്റ് എടുത്തിട്ട് നമ്മളിങ്ങനെ ഓടിക്കുക. അപ്പൊ ഞാൻ നിൽക്കും, കൊടുത്തു മാക്സിമം സ്ട്രെസ് എത്തും, അൾട്ടിമേറ്റ് ടെൻസൈൽ ഓടിയും. റൈറ്റ്? 5 സ്റ്റാർ അതുപോലെ തന്നെ. 5 സ്റ്റാറിന്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് നമ്മളിങ്ങനെ കൊടുത്തു അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എത്തും. എന്താ സംഭവിക്കുന്നത്? ഈ 2 ഒടിയലിന് വ്യത്യാസം എന്താ? ആരാ പറഞ്ഞു? ഈ 2 ഒടിയലിന്റെ വ്യത്യാസം ആരാ പറഞ്ഞു? ഈ 2 മിഠായി ഒടിയലിന്റെ വ്യത്യാസം എന്താ? അത് പ്രത്യേകത എന്താ?
ഒന്ന് പറയാം തോമസേ. മഞ്ച് നമ്മളിങ്ങനെ ഓടിക്കും, അല്ലെങ്കിൽ കിറ്റ്കാറ്റ് നമ്മൾ ഓടിക്കുമ്പോൾ ഓടിയതിന്റെ പ്രത്യേകത, 5 സ്റ്റാർ ഓടിക്കുമ്പോൾ ഓടിയതിന്റെ പ്രത്യേകത വ്യത്യാസമുണ്ട് ഒന്ന് പറഞ്ഞേ തോമസേ. അബ്സല്യൂട്ട്ലി, അതാണ് എന്റെ പ്രത്യേകത. 5 സ്റ്റാർ ആണെങ്കിൽ ഇങ്ങനെ വലിഞ്ഞാണ് അതിന്റെ ആ പരസ്യത്തിൽ തന്നെ അങ്ങനെയാണ് അവരുടെ ആ ഒരു ക്യാപ്ഷൻ. 5 സ്റ്റാർ പറയുന്നത് തന്നെ അങ്ങനെയാ അല്ലെ, വലിച്ചാണ് ഓടിയുള്ളൂ. മറ്റേതോ, മറ്റേന്റെ പ്രത്യേകത എന്താ കൃഷ്ണാനന്ദേ? മറ്റേന്റെ പ്രത്യേകത കിറ്റ്കാറ്റ് മഞ്ചൊക്കെ ഒറ്റ ഓടിയില്ല, ടക്ക് ടക്ക് എന്ന് പറഞ്ഞ ഓടിയില്ല. ഗ്ലാസ് ടക്ക് എന്ന് പറഞ്ഞ ഓടിയും, ഒറ്റ പൊട്ടല്ല, അല്ലെങ്കിൽ വലിഞ്ഞല്ല. അതാണ് എന്റെ പ്രത്യേകത. അപ്പൊ ഇതിനെ നമ്മൾ ഒരു പേരിട്ട് വിളിക്കും. ഇതിന്റെ പേരാണ് ഇതിന്റെ ഗ്രാഫ് എങ്ങനെ ഞാൻ കാണിച്ചു തരാം നോക്കട്ടോ. മഞ്ചിന്റെ കിറ്റ്കാറ്റിന്റെ ഒക്കെ ഗ്രാഫ് ആണെങ്കിൽ നമുക്ക് ആ ഭാഗം എങ്ങനെ വന്നത് അറിയാം നോക്കട്ടോ. ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഞാനീ പറയുന്നത്. ആ ഭാഗം ഇങ്ങനെ വരും, ഇങ്ങനെ വളഞ്ഞു വന്നിട്ട് ഇവിടെ ഡി ആയിരിക്കും. ഇവിടെ ഡി വന്നിട്ട് ശ്രദ്ധിച്ചോട്ടോ, ഇവിടെ ഡി വരും. ഡി വന്നിട്ട് പെട്ടെന്ന് ഇ ആവും. എന്ന് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഷോ യു. ഗ്രാഫ് ഇങ്ങനെ വന്നിട്ട്, ഗ്രാഫ് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ വന്ന് ഇവിടെ ഡി ആവും. ഇവിടെ എന്ത് ഡി എന്ന് പറഞ്ഞല്ലോ, ഡിന്ന് പെട്ടെന്ന് ഇ ആവും. ഇതാണ് ഈ മഞ്ചിന്റെ കിറ്റ്കാറ്റിന്റെ പ്രത്യേകത. ഫ്രാക്ചർ പോയിന്റ് തൊട്ടടുത്തായിരിക്കും. ഇത് തമ്മിൽ വളരെ അടുത്തായി ക്ലോസ് ആയിരിക്കും. ആരൊക്കെ? ഡിയും ഇയും വളരെ അടുത്തായിരിക്കും. അതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ മേളിലേക്ക് പെട്ടെന്ന് ഓടിയും, അത് വന്ന് നിന്ന് ഒറ്റ ഓടിയും. എന്നാൽ 5 സ്റ്റാറിന്റെ ഗ്രാഫ് ഇതുപോലെയാണെങ്കിൽ എങ്ങനെ വരുന്നത്? ഇങ്ങനെ വന്ന് ഡി വന്നിട്ട് ഈ ഡിയിൽ നിന്നും കുറെ സമയം എടുത്തിട്ട് ഇ ആവും. ഇത് ഫാർ ആയിരിക്കും. ആരൊക്കെ? ഡിയും ഇയും ദൂരെ ആയിരിക്കും. അപ്പോൾ അതിനുകൂടി ഇങ്ങനത്തെ മെറ്റീരിയൽ നമ്മൾ പേരിട്ട് വിളിക്കും ബ്രിട്ടിൽ മെറ്റീരിയൽ വിളിക്കും. നിങ്ങൾ ഓടിയണേ നമ്മൾ ബ്രിട്ടിൽ മെറ്റീരിയൽ വിളിക്കും. ഇതിനെ നമ്മളൊരു പേരിട്ട് വിളിക്കും. പണ്ട് നിങ്ങൾ പഠിച്ച ആർക്കെങ്കിലും പറയാമോ? ബ്രിട്ടിലിന്റെ ഓപ്പോസിറ്റ് ആർക്കെങ്കിലും പറയാമോ? ബ്രിട്ടിലിന്റെ ഓപ്പോസിറ്റ് ആർക്കെങ്കിലും പറയാം? ആർക്കെങ്കിലും പറയാം? ബ്രിട്ടിലിന്റെ ഓപ്പോസിറ്റ് പണ്ടെങ്കിലും കേട്ടിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സിൽ. ബ്രിട്ടിലിന്റെ ഓപ്പോസിറ്റ് ഡക്ടൈൽ. 2 ടൈപ്പ് മെറ്റീരിയൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇങ്ങനെയാണ് അതിന്റെ ഗ്രാഫിന്റെ പോക്ക്. ഒരുപാട് ചോദ്യങ്ങൾ അതിനകത്ത്, ചെറിയ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോ എന്താണ് ബ്രിട്ടിൽ മെറ്റീരിയൽ? നമ്മൾ പറയും അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ് കഴിഞ്ഞാൽ, അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എത്തിക്കഴിഞ്ഞാൽ fracture point comes very close, then it breaks fastly, instantly, പെട്ടെന്ന്. നമ്മുടെ ഭാഷയിൽ എഴുതിയാൽ മതി. That materials are called brittle material. Example glass material. പറയാം ഒന്നുകൂടെ പറയാം. when the material, സെന്റൻസ് ഒന്നുമില്ല ഇതിനൊന്നും പുസ്തകത്തിലൊന്നും സെന്റൻസ് ഇല്ല. ഇതൊക്കെ ഇങ്ങനെ കണക്ഷൻ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചോ, നിങ്ങളുടെ ഭാഷയിൽ എഴുതി വെച്ചാൽ മതി. പോലെ ക്വസ്റ്റ്യൻ ആൻസർ വേണ്ട, നിങ്ങളുടെ ഭാഷയിൽ എഴുതി വെച്ചേ. ഇതിന് വാട്ട് ഈസ് എ ബ്രിട്ടിൽ മെറ്റീരിയൽ എന്നല്ല ചോദിക്കണം. ഈ ഗ്രാഫ് തന്നിട്ട് ഇതിനകത്ത് ഏതാ ബ്രിട്ടിൽ എന്നാ ചോദിക്കുക. ആപ്ലിക്കേഷൻ എൻട്രൻസ് അങ്ങനെ ചോദിക്കുന്നത് ഇതിൽ ഏതാ ബ്രിട്ടിൽ മെറ്റീരിയൽ ഗ്രാഫ് തന്നു. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളിപ്പോ എന്ത് ചെയ്ത് വെച്ചാൽ ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ ഡിയും ഇയും വളരെ അടുത്തായിരിക്കും. മാക്സിമം അതായത് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവൻ ബ്രേക്ക്, പിന്നെ അവൻ ഒരുപാട് വലിയൂല. ആണോ? ഇത് വലിയനായി കാണുന്നത്. ഇതിങ്ങനെ വലിയതാണ്. ഇത്രയും സ്ട്രെയിൻ ആണ്, വലിഞ്ഞതാണ്. ഇത് വലിയില്ല, പെട്ടെന്ന് പൊട്ടും. പെട്ടെന്ന് ഫ്രാക്ചർ പോയിന്റ് വരും, പെട്ടെന്ന് പൊട്ടും. ഇവിടെ എത്തണം പൊട്ടണമെങ്കിൽ അത് വലിഞ്ഞ് പൊട്ടും. അതാണ് ഡക്ടൈൽ. അങ്ങനെ എഴുതിയാൽ മതി. ഗ്രാഫിലെ വ്യത്യാസം എഴുതി. ക്ലിയർ ആണ്? ഇത്ര കാര്യങ്ങൾ ഗ്രാഫിൽ ചോദിക്കും. 1 A 2 B 3 C 4 D 5 E. ഈ 5 പോയിന്റിനെ കുറിച്ച് കാര്യമായ ഐഡിയ ഉണ്ടാവണം. അതിൽ എപ്പോഴും ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ ഈൽഡ് സ്ട്രെങ്ത്തും
അൾട്ടിമേറ്റ് ടെൻസിൽ സ്ട്രെങ്ത് എന്താണെന്നുള്ള ആപ്ലിക്കേഷൻ ചോദിക്കാം. ക്ലിയർ? ഡൗട്ട് പറഞ്ഞ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞേ. ഈ സൻഷാദിന്റെയും ഈ റെയ്മന്റെയൊക്കെ എന്താ വീഡിയോ ഓഫ് ആക്കണേ? റേഞ്ചിന്റെ പ്രശ്നമാണോ? കാണുന്നില്ല? റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. ഇത് ശരിയാക്കണം കേട്ടോ. നിങ്ങൾ അങ്ങനത്തെ ഐഡിയ ഒക്കെ എല്ലാം ശരിയാക്കി വെക്കണം. ഓൺലൈൻ ക്ലാസ്സിലാണ് ഇരിക്കുന്ന ടെക്നിക്കൽ സിസ്റ്റം ഒക്കെ നിങ്ങൾ റെഡിയാക്കണം. ഇല്ലെങ്കിൽ ഞാൻ ഓരോരുത്തരെ വിളിച്ചോണ്ട് നമ്മൾ തീരൂല പോലെ. അതാണ് നിങ്ങൾ ക്ലിയർ ചെയ്തെന്നാലേ ഇരിക്കാൻ ചോദ്യം ചോദിക്കുക. നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ പറയുമോ, നിങ്ങൾ ഇന്ററാക്ട് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഓരോരുത്തരുടെ അടുത്ത് നമുക്ക് നിൽക്കാൻ എത്തൂല്ലോ. അപ്പൊ ഈ ഗ്രാഫ് ആണ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം. എന്തെങ്കിലും പ്രശ്നം എവിടെയെങ്കിലും പിള്ളേർക്ക് നോക്കിയിട്ട് ഐഡിയ കുറവുണ്ടോ നോക്കി ഇപ്പൊ തന്നെ ചോദിച്ചാൽ എന്തെങ്കിലും പറയാൻ പറ്റണം. മലയാളത്തിൽ പറയാൻ പറ്റും. പിന്നെ അത് നിങ്ങളെ പരീക്ഷയ്ക്ക് വേണ്ടി ക്വസ്റ്റ്യൻ ആൻസർ ആക്കി പഠിക്കുക. ഇങ്ങനെയാണ് ഇങ്ങനെ കൂടി കൂടി വന്നു. എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കെങ്കിലും പറഞ്ഞേ. കുഴപ്പമില്ലേ? കുഴപ്പമില്ല. ഇനി ഞാനൊരു സാധനം പറയാം. നമ്മുടെ റബ്ബർ ബാൻഡില്ലേ, ഈ റബ്ബർ ബാൻഡിന് ഇത് കൃത്യമായി നമുക്ക് പറയാൻ പറ്റില്ല. ഇതുപോലെയാണ് ഇങ്ങനെ കൂടി കൂടി. കാരണം റബ്ബർ ബാൻഡ് നമ്മൾ ചെറിയത് കൊടുക്കുന്നത് നല്ലപോലെ വലിയ, ഭയങ്കര വലിയ റബ്ബർ ബാൻഡ്. ചില വളരെ സ്മൂത്ത് റബ്ബർ ബാൻഡുകൾക്ക് അങ്ങനെ. ടൈറ്റ് റബ്ബർ ബാൻഡുകളൊന്നും കുഴപ്പമില്ല. സ്മൂത്ത് റബ്ബർ ബാൻഡ് ചെറുത് കൊടുക്കുന്നതിന് വലിയത്. വേറെ എക്സാമ്പിൾ പറയാം. നമ്മുടെ ബ്ലഡ് വെസൽ ഉണ്ട്, അയോട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വെസൽ ചെറിയ ബ്ലഡ് വെസൽ. പക്ഷെ ഹാർട്ട് പമ്പ് ചെയ്യുമ്പോൾ അവനുകൾ വലുതാവും. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. നല്ലപോലെ വലുതാവും, വീണ്ടും വലുതാവും, ആയിക്കൊണ്ടിരിക്കും. വലുതാവുന്നത് എത്രയായാലും അതിന്റെ പ്രത്യേക അതിന്റെ മെറ്റീരിയലിന്റെ സ്വഭാവമാണത്. അതിന് വലിയ തിരിച്ചു വരും. ഈ അയോട്ട പോലെ ചെറിയ ഈ അയോട്ടന്റെ ഒക്കെ പ്രത്യേകത. അയോട്ട അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്മൂത്ത് റബ്ബർ ബാൻഡുകൾ. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താ അറിയോ? ചെറിയ സ്ട്രെസ് കൊടുത്താൽ മതി, ഭയങ്കര സ്ട്രെയിൻ ഉണ്ടാവും. നല്ലപോലെ വലിയും. ചെറിയ സ്ട്രെസ് കൊടുക്കുമ്പോഴത്തേക്ക് നല്ലപോലെ വലിയും കൂടുതൽ. അപ്പൊ എന്താണ്? സ്മോൾ സ്ട്രെസ് മതി, ലാർജ് എന്തുണ്ടാവും? സ്ട്രെയിൻ ഉണ്ടാവും. ഭയങ്കരമായിട്ട് നീളും. ചെറുത് കൊടുക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നീണ്ടുപോകും, ഭയങ്കര ഷേപ്പ് മാറ്റം വരും. ഇതാണ് ഈ അയോട്ടയുടെ റബ്ബർ ബാൻഡിന്റെ ഒക്കെ പ്രത്യേകത. അപ്പൊ ഇതിന്റെ ഗ്രാഫ് എങ്ങനെ വരും? പിള്ളേർക്ക് ആർക്കെങ്കിലും വരയ്ക്കാം. ചെറിയ സ്ട്രെസ് കൊടുക്കുമ്പോഴത്തേക്കും ഭയങ്കര സ്ട്രെയിൻ. ആദ്യം മുതൽ ഗ്രാഫിന് എന്തായിരിക്കും ആർക്കെങ്കിലും വരയ്ക്കാം? ആർക്കെങ്കിലും പറയാം എന്തായിരിക്കും വ്യത്യാസം? ചുമ്മാ ആലോചിച്ച് നോക്കി. ഗ്രാഫ് ഏത് കോലത്തിൽ വരും? ചെറിയ സ്ട്രെസ് കൊടുക്കുമ്പോഴത്തേക്കും ഭയങ്കര സ്ട്രെയിൻ. വരച്ചു നോക്കി, ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കി. ഗ്രാഫ് പണ്ട് പഠിച്ചാണോ? നമ്മൾ പണ്ട് ഗ്രാഫിന് വരയ്ക്കാൻ പഠിച്ചാണോ? ഒരു സ്ഥലത്ത് നോക്കരുത്. പുസ്തകത്തിലൊന്നും നോക്കി നിങ്ങൾ എനിക്ക് ആൻസർ തരണ്ട. ഞാൻ അങ്ങനെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിട്ട് എന്തെങ്കിലും വിളിച്ചു പറയാം. അങ്ങനെ ക്വസ്റ്റ്യൻ പറയേണ്ട ആവശ്യമില്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ പറയാം. തെറ്റിന്നൊന്നും പ്രശ്നമില്ലാന്ന് ഞാൻ പറഞ്ഞു. നാളെ ചോദിക്കുമ്പോ ബുക്കിൽ നോക്കി പറയണമെങ്കിൽ രക്ഷപ്പെടാൻ അത് വേറെ. പക്ഷെ ഇപ്പൊ പറയുമ്പോൾ നിങ്ങൾ ബുക്കിൽ നോക്കി പറയണ്ട. തവന്ന എന്തെങ്കിലും ഒരു ഐഡിയ പറയാം. തവന്ന എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്തെങ്കിലും കിട്ടിയോന്ന് പറഞ്ഞു. നേരെ വരാതെ വളഞ്ഞു. അതെ, നേരെ വരില്ല. കാരണം നേരെ വന്നാൽ അത് സാധാരണ രീതിയാണെന്നാണ് അതിന്റെ അർത്ഥം. ഗ്രാഫ് വരയ്ക്കുമ്പോ അങ്ങനെ വരില്ല. ഓക്കെ, അത് കറക്റ്റാണ് ഒരു പോയിന്റ്. ഇത് സ്ട്രെസ് ആണ്, ഇത് സ്ട്രെയിൻ ആണ്. ഇങ്ങനെ നേരെ ഏതായാലും വന്നാൽ ശരിയാവില്ല. പിന്നെ ഞാൻ ചോദിക്കട്ടെ തവന്ന, എങ്ങനെ വരണം? ചെറിയ സ്ട്രെസ്സിന് ഭയങ്കര സ്ട്രെയിൻ വരുമ്പോ എങ്ങനെ വരണം ഗ്രാഫ്? ചെറിയ സ്ട്രെസ് ഇതിങ്ങനെ നോക്കട്ടോ. ചെറിയ സ്ട്രെസ് 1 2 3 4 ഭയങ്കര സ്ട്രെയിൻ ഉണ്ടോ? അപ്പൊ എങ്ങനെ വരണം? ഒന്ന് ഓർത്ത് നോക്കി. ഞാൻ പറഞ്ഞില്ല, നോക്കിയോ. 1 ആവുമ്പോഴത്തേക്കും ഉണ്ടാവും. 1 വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂടി ഉണ്ടാവും. 2 വരുമ്പോഴത്തേക്കും ഉണ്ടാവും. ഇത് 2 വരുമ്പോഴത്തേക്കും പിന്നെ ഒരുപാട് കൂടി ഉണ്ടാവും. ഉണ്ടാ ഇങ്ങനെയാണ് ഗ്രാഫ്. ഇങ്ങനെ പോണ ഗ്രാഫിന് എന്നെ പ്രത്യേകത, ചെറിയ സ്ട്രെസ് വരുമ്പോഴത്തേക്കും ഭയങ്കര സ്ട്രെയിൻ. ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വരയ്ക്കണമെന്നില്ല. ഇത്രയും മുകളിലേക്ക് വരയ്ക്കണമെന്നില്ല. ഇങ്ങനെ കൂടെ പൊക്കോട്ടെ.
പൊക്കം അവിടെ ഒരുപാട് കൂടണ്ട, ഇങ്ങനെ സ്മൂത്ത് ആയിട്ട്. അപ്പൊ ചെറിയ സ്ട്രെസ് വരുമ്പോഴത്തേക്കും ഭയങ്കര സ്ട്രെയിൻ സംഭവിക്കുന്നുണ്ട്. അത് ഈ വാല്യൂ എടുത്തു നോക്കി നിങ്ങൾ ഇത്രയും സ്ട്രെയിൻ ആയി ഇപ്പോഴത്തേക്കും ഉണ്ടാ. ഒരു 5 ആയപ്പോഴത്തേക്കും ഇതൊരു 20 ആയതൊക്കെ പറയാം. അങ്ങനെ ചെറിയ സ്ട്രെസ് വരുമ്പോഴത്തേക്കും ഭയങ്കര സ്ട്രെസ്. മറ്റേ 5 5 ആവുള്ളൂ. 1 1, 2 2, ഇതിൽ 5 20, 6 30, അങ്ങനെ കൂടി. ഇതാണ് അതിന്റെ ഗ്രാഫ്. ഇതിനെ നമ്മളൊരു പേരിട്ട് വിളിക്കും, അത് പരീക്ഷയ്ക്ക് ചോദിക്കാം. അതിന്റെ പേരാണ് എലാസ്റ്റോമർ. എലാസ്റ്റോമേഴ്സ് എന്നാണ് അതിന്റെ പേര്. എലാസ്റ്റോമേഴ്സിന്റെ എക്സാമ്പിൾ ഞാൻ തന്നു. എല്ലാ റബ്ബർ ബാൻഡ്, സ്മൂത്ത് റബ്ബർ ബാൻഡ് എക്സാമ്പിൾ, അതിന് നല്ല എക്സാമ്പിൾ, ബെസ്റ്റ് എക്സാമ്പിൾ അയോട്ട. ചെറിയ സ്ട്രെസ്സിന് ഭയങ്കര സ്ട്രെയിൻ. അതിന്റെ ഗ്രാഫ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൽ നമുക്ക് പഠിക്കുന്നത്. ഇനി നമുക്ക് ആ പുസ്തകത്തിൽ നോക്കിയാൽ, നിങ്ങളുടെ NCERT എടുത്ത് നോക്കിയാൽ ഗ്രാഫുകളാണ്. ഇങ്ങനത്തെ ഗ്രാഫുകളൊക്കെ നിങ്ങൾക്ക് കാണാം. 1-2 കേസുകൾ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്ക് ഒന്ന് എടുത്ത്, ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്ത ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്ത് ബാക്കിൽ ഒരു എക്സർസൈസ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്ത ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാ. ആർക്കൊക്കെ ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തവരുണ്ടെന്നോ ഇപ്പോഴും ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവരുണ്ട്. ഇപ്പോഴും ടെക്സ്റ്റ് ബുക്കിന്റെ ഏറ്റവും ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേജ് നമ്പർ എന്ന് പറയാം ആയിഷ. ബാക്കിൽ എക്സസൈസിന്റെ പേജ് നമ്പർ എന്ന് പറഞ്ഞത് അല്ല, ഇത് 242 ആണോ? അങ്ങനെയാണോ അല്ലേ? അതെ. ഒന്ന് കാണിച്ചേ, കൂടെ കാണിച്ച് ക്യാമറയിലേക്ക് കാണിച്ചേ. എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് തന്നെ 242 പാർട്ട് 2-ലെ ആദ്യത്തെ ചാപ്റ്ററിന്റെ അവസാനം. എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിടക്കണ പേജ് നമ്പർ, അതായത് 24. അതിലെ രണ്ടാമത്തത് 1 2 ആ ഒരു ഗ്രാഫുള്ള ക്വസ്റ്റ്യൻ വായിച്ച ആയിഷ. ഗ്രാഫുള്ള ഇപ്പുറത്തെ സൈഡിൽ റൈറ്റ് സൈഡിൽ ഗ്രാഫുള്ള ക്വസ്റ്റ്യൻ. നിങ്ങൾ നോക്കി ഗ്രാഫ് കിടക്കണുണ്ടോ? 2 ഗ്രാഫ് കിടക്കണുണ്ടോ? ഇങ്ങനത്തെ ചോദ്യങ്ങളാ. അപ്പൊ ഈൽഡ് സ്ട്രെങ്ത് ഒക്കെ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. എങ്ങനെയാണ് എന്തൊക്കെയാണ് ഞാൻ പഠിപ്പിച്ചു തരാം. യങ്സ് മോഡൽസ് ആണ് നമുക്ക് അടുത്ത ദിവസം പഠിക്കാനുള്ളത്. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഇങ്ങനത്തെ ഗ്രാഫുകൾ തന്നിട്ടാ. അതിന് തൊട്ട് മുകളിലൊരു ഗ്രാഫ് കിടക്കണുണ്ട് കേട്ടോ, അതൊരു ഗ്രാഫ്. അങ്ങനത്തെ കൊണ്ട് സ്ട്രെസ് സ്ട്രെയിൻ കിടക്കണുണ്ട്. അതിനകത്ത് എന്താ ചോദ്യം ചോദിച്ചാൽ അതൊക്കെ നമുക്ക് നോക്കാം. നാളെ നമുക്കത് പഠിച്ചാലാണ് ശരിയാവും. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് നമുക്ക് ചോദിക്കുന്നത്. അത് വിശദമായിട്ട് നാളെ നമുക്ക് ഇത് നിങ്ങളൊന്ന് പഠിച്ചുകൊണ്ട് പോവാം. അപ്പൊ നമുക്ക് അതിന്റെ മുകളിലേക്ക് പണിയാം. നാളെ കൊണ്ട് നമുക്കത് ഏകദേശം തീർക്കാം. ഓക്കെ, താങ്ക് യു. 2 മിനിറ്റോടെ എക്സ്റ്റെൻഡ് ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കണില്ല തോന്നുന്നു, കാരണം അത് നമുക്ക് പകുതി കൊണ്ട് നിർത്തുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ബൈ. ശരി, താങ്ക് യു സർ. Thank you, sir. സർ ഒരു മിനിറ്റ്. റസ്മിനെ പറഞ്ഞ റസ്മിനെ എന്താണ്? എലാസ്റ്റോമേഴ്സ്. പിന്നെ വേറെ ആരാ പറഞ്ഞേ? ദേവിക പറ. സർ ബൈവീക്ലി 4 ഒരു ക്വസ്റ്റ്യനായി. പറഞ്ഞോ. ഒരു ഫുട്ബോൾ പ്ലെയർ ബോൾ കിക്ക് ചെയ്യുന്ന പറയുന്നില്ലേ, 10 മീറ്റർ/സെക്കൻഡ് ഇനീഷ്യൽ വെലോസിറ്റിയില്. അപ്പൊ എന്നിട്ട് മൊമെന്റ് ഇമ്പൾസ് കണ്ടുപിടിക്കാം ബോളിന്റെ. അപ്പൊ അതില് ഫൈനൽ വെലോസിറ്റി എന്താ സാർ എടുക്കണ്ടേ? 0 അല്ലേ വരുന്നത്? എങ്ങനെയാണ് ക്വസ്റ്റ്യൻ? എങ്ങനെയാണ് ഫുട്ബോള്? A football player kicks a ball straight in the direction of the goalpost without changing its initial speed of 10 meters per second. If the mass of the ball is 200 grams, find the impulse imparted
അതേപോലെ നേരത്തെ ഫൈനൽ വെലോസിറ്റി തന്നിട്ടുണ്ട് വിത്തൗട്ട് വായിച്ചേ വിത്തൗട്ട് without changing its initial speed of 10 meters. അതാണ് അപ്പൊ ഫൈനൽ വെലോസിറ്റി എത്രയാ? അപ്പൊ വരുന്ന സ്പീഡ് ചേഞ്ച് ചെയ്യുന്നില്ല എന്നല്ലായിരുന്നു? വരുന്ന സ്പീഡ് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാ ഒരു ഫുട്ബോൾ കൂടെ വരിക, ആ ഫുട്ബോൾ വരുന്നത് ഇനീഷ്യൽ വെലോസിറ്റി അതിനത് 10 meter per second. 10 meter per second തന്നെ അയാൾ തിരിച്ചടിക്കുകയാണ്. ഓക്കെ സർ. കണ്ടോ, അതിന് നമ്മൾ ആ ക്രിക്കറ്റ് ബോളിന്റെ ഐഡിയ ചെയ്തതിന്റെ വേറെ ഇല്ല. ക്രിക്കറ്റ് ബോൾ നമ്മൾ പറഞ്ഞില്ലേ, ക്രിക്കറ്റ് ബോൾ ഇങ്ങനെ വരികയാണ്, ഒരു 10 meter per second വരുമ്പോൾ ഞാനത് ക്രിക്കറ്റ് മാറ്റി ഫുട്ബോൾ ആക്കി എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യും, ബാറ്റ് കൊണ്ട് അടിക്കുമ്പോ എന്താവും, ആ വന്ന സ്പീഡിൽ ബോൾ തിരിച്ചു പോകാം. എന്താ സ്കൂളിൽ എന്തായി ക്ലാസ്സുകൾ? സ്കൂളില് ദേവിക ഏത് സ്കൂളിലാണ് മോള്? ഞാൻ പുതുപ്പാടിയില്. അങ്ങനെയുണ്ട്. എവിടെ ഫിസിക്സ്? ഫിസിക്സ് ഇപ്പൊ 2 ടീച്ചേഴ്സാ പഠിപ്പിക്കുന്നത്. സെക്കൻഡ് ചാപ്റ്ററിലായിട്ട് ഒരു ടീച്ചർ കിടന്നു, പിന്നെ ഒരു സാറ് പഠിപ്പിക്കുന്ന ഡയമെൻഷൻസിന്റെ ചാപ്റ്റർ. മൊത്തം 3 എണ്ണമായി. ആകെ 3 ചാപ്റ്റർ ആകെ. മാത്സ് ഒക്കെ 5 ചാപ്റ്റർ ഒക്കെ നല്ല സ്പീഡിൽ പോയി. തുടങ്ങി കുറെ നാളൊന്നും ക്ലാസ് കൃത്യമില്ലായിരുന്നു. കെമിസ്ട്രി മൊത്തം 2 ടീച്ചേഴ്സ് കൂടി 4 ചാപ്റ്ററായി. പക്ഷെ ഞങ്ങളുടെ ക്ലാസ്സിൽ എങ്ങനെയുള്ളൂ, സെന്റ് അഗസ്റ്റിൻസിലൊക്കെ അതിൽ കൂടുതലായി. ഫസ്റ്റ് എക്സാം ഒക്കെ കഴിഞ്ഞല്ലോ, അവർക്ക് ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 6th എക്സാം വരും. നിങ്ങൾക്ക് എക്സാം ഉണ്ടോ? നിങ്ങൾക്കും എക്സാം ഉണ്ട്. അപ്പൊ ഈ സെന്റ് അഗസ്റ്റിനും അതിനകത്ത് ഇത്തിരി സ്ട്രിക്റ്റ് ആണ് ചെയ്യുന്നത്. അവരുടെ ഓൺലൈൻ ക്ലാസ്സുകൾക്കാണെങ്കിലും 15-ാം തീയതി മുതൽ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു അവർക്ക്. ഞങ്ങൾക്ക് തുടക്കം മുതൽ അങ്ങനെ അപ് ടു ഡേറ്റ് ആയിട്ടില്ലായിരുന്നു. ഇപ്പൊ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾക്ക് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഈ ഓൾറെഡി ഐഡിയ ഉള്ളതുകൊണ്ട് ഗുണം ചെയ്യണ്ട? ഐഡിയ ഉള്ളതുകൊണ്ടാ ഗുണം ചെയ്യുന്നത്. കെമിസ്ട്രി കുറച്ച് ബുദ്ധിമുട്ട്, നല്ല സ്പീഡിലാ പോകുന്നത്. സ്കൂളിൽ പോകുന്നത് എല്ലാ സബ്ജക്റ്റും തന്നെ നല്ല സ്പീഡിലാ പോകുന്നത്. പിന്നെ അവർക്കിപ്പോ എങ്ങും എത്തിയിട്ടില്ലോ, അവരിങ്ങനെ താഴെയല്ലേ, ഇനി ഓടി എത്തണ്ടേ? അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ക്ലാസ് കാണുന്നോണ്ട് അവിടെ പെട്ടെന്ന് ടേംസ് ഒക്കെ പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ അവര് ഒത്തിരി അങ്ങനെ ടേംസ് ഡിഫൈൻ ചെയ്തൊന്നും പറയാറില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അവര് കുറ്റം പറയാൻ പറ്റില്ല. അവരെ +2 ഒക്കെ ഉള്ളതുകൊണ്ട് അവര് വൃത്തഹല്ല ഓടണേ. അവർക്ക് +2യുടെ പുറകെ നിർന്ന ഒരു സമയം പോയി, ഇനി ഒരു സമയമില്ല. +1 എന്താക്കും അറിയാൻ പാടില്ല. ഓക്കെ. ഇപ്പൊ ഞാൻ ഇന്ന് പറയണൊക്കെ ക്ലാരിറ്റി ഉണ്ടല്ലോ അല്ലേ? ഒന്ന് ചോദിച്ചു കാണില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ട്. ശരി. ഓക്കെ. താങ്ക് യു സർ.